Good morning dear students. How are you all? I hope you are fine. നമ്മൾ കഴിഞ്ഞ സയൻസ് ക്ലാസ് എന്താ പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ കഴിഞ്ഞ സയൻസ് ക്ലാസ് എന്താ പഠിച്ചതെന്ന്? ഫുഡ് ഫോർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചതല്ലേ? എന്തായാലും നമ്മൾ പഠിച്ചത് ഫുഡ് ഫോർ പ്ലാന്റ്സ്. ആ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പാർട്സ് ഓഫ് പ്ലാന്റ്, ഒരു പ്ലാന്റിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചായിരുന്നല്ലേ? പിന്നെ എന്ത് പഠിച്ചു? അമേസിംഗ് ഫുഡ് ഫാക്ടറി, പ്ലാന്റിന്റെ ഫുഡ് ഫാക്ടറിയെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നല്ലേ? പിന്നെ എന്താ പഠിച്ചേ? ഫോട്ടോസിന്തസിസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഇത് നമുക്ക് വാട്ട് ഹാപ്പൻ ടു ദി ഫുഡ് മെയ്ഡ് ബൈ ദി പ്ലാന്റ്സ് അത് പഠിക്കാം. എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഹാപ്പൻ ടു ദി ഫുഡ് മെയ്ഡ് ബൈ പ്ലാന്റ്സ്. Plants give out oxygen produced during photosynthesis in the air that we breathe in. Plants give out oxygen produced during photosynthesis in the air that we breathe in. എന്താണ്? Plant give out oxygen produced during photosynthesis in the air that we breathe. സസ്യങ്ങൾ പ്ലാന്റ്സ് പ്രകാശ സംശ്ലേഷണ സമയത്ത്, അതാണ് ഫോട്ടോസിന്തസിന്റെ സമയത്ത്, പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ എന്ത് ചെയ്യും? പ്ലാന്റ് പുറത്തോട്ട് വിടും. പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്ലാന്റ് ഓക്സിജൻ പുറത്തോട്ട് വിടും. ഈ ഓക്സിജൻ ആണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പൊ ഫോട്ടോസിന്തസിന്റെ സമയത്ത് പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഓക്സിജൻ പുറത്തോട്ട് വിടും. ഈ ഓക്സിജൻ ആണ് നമ്മൾ ശ്വസിക്കുന്നത്. Plants give out oxygen produced during photosynthesis in the air that we breathe in. പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്ലാന്റ് എന്ത് ചെയ്യും? ഓക്സിജനെ പുറത്തോട്ട് വിടും. ഈ ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ശ്വസിക്കുന്നത്. The plant converts sugar produced into the energy to grow and live. The process of releasing energy from food is called respiration. Plants store food for future use also. The plant converts sugar produced into energy to grow and live. The process of releasing energy from food is called respiration. Plants store food for future use also. എന്താണ്? The plant converts sugar produced into energy to grow and live. പ്ലാന്റിന് ജീവിക്കാനും അതുപോലെ വളരാനും വേണ്ടി എന്ത് ചെയ്യുന്ന പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷുഗറിനെ എന്താക്കി മാറ്റുന്നത്? എനർജി ആക്കി മാറ്റുന്നു. പ്ലാന്റിന് വളരാനും അതുപോലെ ജീവിക്കാനും വേണ്ടി പ്ലാന്റ് ഉത്പാദിപ്പിച്ച ഷുഗർ എന്താക്കുന്നു? എനർജി ആക്കി മാറ്റുന്നു. The plant converts sugar produced into the energy to grow and live. പ്ലാന്റിന് വളരാനും അതുപോലെ ജീവിക്കാനും വേണ്ടി പ്ലാന്റ് ഉത്പാദിപ്പിച്ച ഷുഗർ എന്താക്കി മാറ്റുന്ന? എനർജി ആക്കി മാറ്റുന്ന. The process of releasing energy from food is called respiration. എന്താണ് ശ്വസനം എന്ന് പറയുന്നത്? എന്താണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്? ഭക്ഷണത്തിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ശ്വസനം എന്ന് പറയുന്നത്. The process of releasing energy from food is called respiration. ഭക്ഷണത്തിൽ നിന്ന്, ഷുഗറിൽ നിന്ന് എന്ത് ചെയ്യുന്ന എനർജി റിലീസ് ചെയ്യുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ശ്വസനം എന്ന് പറയുന്നത്. The process of releasing energy from food is called respiration. എന്താണ്? ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഷുഗറിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്നത്. Plants store food for future use also. പ്ലാന്റ് എന്ത് ചെയ്യുന്ന? ഈ ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ഈ ഫുഡിനെ എന്താ ശേഖരിച്ച് വെക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പ്ലാന്റ് ഫുഡിനെ ശേഖരിച്ച് വെക്കുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയാ? ഫ്യൂച്ചർ യൂസിന് വേണ്ടി, ഭാവിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്ലാന്റ് എന്ത് ചെയ്യുന്ന? ഈ ഭക്ഷണത്തെ സൂക്ഷിച്ചു വെക്കുന്നു. Plants store food for future use also. ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പ്ലാന്റ് എന്ത് ചെയ്യുന്ന? ഈ ഭക്ഷണത്തെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. The plant converts sugar produced into energy to grow and live. The process of releasing energy from food is called respiration. Plants store food for future use also. എന്താണ്? പ്ലാന്റിന് വളരാൻ വേണ്ടി അതുപോലെ ജീവിക്കാൻ വേണ്ടി പ്ലാന്റ് ഉത്പാദിപ്പിച്ച ഷുഗറിനെ എന്താക്കി മാറ്റുന്നു? എനർജി ആക്കി മാറ്റുന്നു. പിന്നെന്താണ്? The process of releasing energy from food is called respiration.
പ്ലാന്റ് സ്റ്റോർ ഫുഡ് ഫോർ ഫ്യൂച്ചർ യൂസ് ഓൾസോ. എന്താണ്? ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഷുഗറിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രക്രിയ എന്തെന്ന് പറയുന്നത് ശ്വസനം എന്ന് പറയുന്നത്. ഇത് കൂടാതെ പ്ലാന്റ് എന്ത് ചെയ്യുന്ന ഫ്യൂച്ചർ യൂസിന് വേണ്ടി ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. Foods all that are not used by plants are stored in different parts of plants like roots, stem, fruits, seeds and leaves. We eat these parts of plants only in our food to get energy. എന്താണ്? Food that are not used by plants are stored in the different part of plants like roots, stem, fruits and leaves. Seeds. We eat these parts of plant only in our food to get energy. Then food that are not used by plants are stored in different parts of plant like root, stem, fruit, seeds and leaves. പ്ലാന്റ് ഉപയോഗിക്കാത്ത ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു? ശേഖരിച്ചു വെക്കുന്നുണ്ട്, സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പ്ലാന്റ് ഉപയോഗിക്കാത്ത ഭക്ഷണങ്ങള് പ്ലാന്റിന്റെ തന്നെ റൂട്ടിലും അതുപോലെ സ്റ്റെമ്മിലും അതുപോലെ സീഡിലും ലീവ്സിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്ന പ്ലാന്റിന്റെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിലൊക്കെ എന്ത് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. Food that are not used by plants are stored in different parts of plants like roots, stem, fruits, seeds and leaves. Plant അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ലീവ്സ്, സ്റ്റെം, അതുപോലെ ഫ്രൂട്ട്, സീഡ്സ് ഇതിലൊക്കെ എന്ത് ചെയ്യുന്നു? പ്ലാന്റ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. We eat these parts of plants only in our food to get energy. പ്ലാന്റ്സിന്റെ ഈ ഭാഗങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മള് കഴിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി, എനർജിക്ക് വേണ്ടി നമ്മൾ ഈറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? കഴിക്കുന്നുണ്ട്. അടുത്തതാണ് മോൺസ്റ്റർ പ്ലാന്റ് ഓർ കാർണിവറസ് പ്ലാന്റ്. ഇതാണ് മോൺസ്റ്റർ പ്ലാന്റ് ഓർ കാർണിവറസ് പ്ലാന്റ്. അതായത് മോൺസ്റ്റർ പ്ലാന്റ് അല്ലെങ്കിൽ മാംസഭോജികളായിട്ടുള്ള സസ്യങ്ങള്. They are plants that eat insects. They are attract insects with their bright color and sweet smell and trap them. These plants absorb nutrients from insects required to produce food. എന്താണ് മോൺസ്റ്റർ പ്ലാന്റ്സ് ഓർ കാർണിവറസ് പ്ലാന്റ്? എന്താണ് മോൺസ്റ്റർ പ്ലാന്റ് അല്ലെങ്കിൽ കാർണിവറസ് പ്ലാന്റ്? കാർണിവറസ് എന്ന് പറഞ്ഞാൽ മാംസഭോജികളായിട്ടുള്ള പ്ലാന്റ്. They are plants that eat insects. They attract insects with their bright colors and sweet smell and trap them. These plants absorb nutrients from insects required to produce food. ഇതാണ് ഈ കാർണിവറസ് പ്ലാന്റ് അല്ലെങ്കിൽ മാംസഭോജികളായിട്ടുള്ള സസ്യങ്ങൾ എന്ന് പറയുന്നത്. പ്രാണികളെ കഴിക്കുന്നുണ്ട്. പ്രാണികളെ കഴിക്കുന്ന പ്ലാന്റ്സിന് എന്താണ് പറയുന്നത്? മാംസഭോജികളായിട്ടുള്ള സസ്യങ്ങൾ അല്ലെങ്കിൽ കാർണിവറസ് പ്ലാന്റ് എന്ന് പറയുന്നു. They attract insects with their bright color and sweet smell and trap them. These plants absorb nutrients from insects required to produce food. They attract. ഈ കാർണിവറസ് പ്ലാന്റ് അതായത് മാംസഭോജികളായിട്ടുള്ള സസ്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ബ്രൈറ്റ് കളറും അതുപോലെ നല്ല സ്വീറ്റ് സ്മെല്ലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പ്രാണികളെ എന്ത് ചെയ്യുന്നത്? ട്രാപ്പ് ചെയ്യുന്നു. These plants absorb nutrients from insects required to produce food. ഈ കാർണിവറസ് പ്ലാന്റ് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിയൊക്കെ പോഷകങ്ങളൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഈ പ്രാണികളിൽ നിന്നാണ്. എന്താണ് മോൺസ്റ്റർ പ്ലാന്റ് ഓർ കാർണിവറസ് പ്ലാന്റ് എന്ന് പറയുന്നത്? There are plants that eat insects. They attract insects with their bright color and sweet smell and trap them. These are plants absorb nutrients from insects required to produce food. ഈ കാർണിവറസ് പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രാണികളെ കഴിക്കുന്ന, പ്രാണികളെ തിന്നുന്ന സസ്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. മാംസഭോജികളായിട്ടുള്ള സസ്യങ്ങൾ എന്ന് പറയുന്നത് ഈ മാംസഭോജികളായിട്ടുള്ള സസ്യങ്ങൾ അവരുടെ ബ്രൈറ്റ് കളറും അതുപോലെ ഒരുപോലെ ഒരു സ്മെല്ലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? ഈ പ്രാണികളെയൊക്കെ തന്നെ ട്രാപ്പ് ചെയ്യുന്നു.
എന്നിട്ട് ഈ പ്രാണികളിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാർണിവറസ് പ്ലാന്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉത്പാദിപ്പിക്കുന്നത്. Monster plants grow in nutrient poor soil. Most of them are found in bogs. Venus flytrap, Drosera family plants are example of carnivorous plant. Monster plants grow in nutrient poor soil. Most of them are found in bogs. Venus flytrap, Drosera family plants are the example of carnivorous plants. മോൺസ്റ്റർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ മോൺസ്റ്റർ പ്ലാന്റ്സുകൾ വളരുന്ന എവിടാണ്? പോഷകാഹാര കുറവുള്ള മണ്ണിലാണ് മോൺസ്റ്റർ പ്ലാന്റ്സ് എല്ലാം വളരുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ ഫൗണ്ട് ഇൻ ബോക്സ്. ഇത് കൂടുതലും കാണുന്നത് ബോക്സിലാണ്, ബോക്സുകളിലാണ് ഇത് കൂടുതലും കാണുന്നത്. വീനസ് ഫ്ലൈട്രാപ്പും ഡോസറയൊക്കെയാണ് ഈ കാർണിവറസ് പ്ലാന്റിന് എക്സാമ്പിൾ. കാർണിവറസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വീനസ് ഫ്ലൈട്രാപ്പും ഡോസറയും. എന്താണ് അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? മോൺസ്റ്റർ പ്ലാന്റ്സ് അല്ലെങ്കിൽ കാർണിവറസ് പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? They are plants that eat insects. They attract insects with their bright color and sweet smell and trap them. These plants absorb nutrients from insects required to produce food. Monster plants grow in nutrient poor soil. Most of them are found in bogs. Venus flytrap, Drosera family plants are the examples of carnivorous plants. എന്താണ് കാർണിവറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്? ഇൻസെക്ട്സിനെ, അതായത് പ്രാണികളെ കഴിക്കുന്ന പ്ലാന്റ്സിനെ എന്തെന്ന് പറയുന്നത്? കാർണിവറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. മാംസഭോജികളായിട്ടുള്ള സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ മാംസഭോജികളായിട്ടുള്ള സസ്യങ്ങൾ അവരുടെ ബ്രൈറ്റ് കളറും അതുപോലെ സ്വീറ്റ് സ്മെല്ലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പ്രാണികളെ എന്ത് ചെയ്യുന്ന? ട്രാപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രാണികളിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഉപയോഗിച്ചാണ് ഈ മാംസഭോജികളായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ അവരുടെ ഫുഡ് ഉത്പാദിപ്പിക്കുന്നത്. മോൺസ്റ്റർ പ്ലാന്റ്സ് ഗ്രോ ഇൻ ന്യൂട്രിയന്റ് പുവർ സോയിൽ. മോസ്റ്റ് ഓഫ് ദം ആർ ഫൗണ്ട് ഇൻ ബോക്സ്. വീനസ് ഫ്ലൈട്രാപ്പ്, ഡോസറ ഫാമിലി പ്ലാന്റ്സ് ആർ ദ എക്സാമ്പിൾ ഓഫ് കാർണിവറസ് പ്ലാന്റ്സ്. എന്താണ് മോൺസ്റ്റർ പ്ലാന്റുകൾ? എന്താണ് പോഷകാഹാര കുറവുള്ള മണ്ണിലാണ് വളരുന്നത്. അത് കൂടുതലും എവിടെയാണ് കാണുന്നത്? ബോഗുകളിലാണ് കാണുന്നത്. വീനസ് ഫ്ലൈട്രാപ്പും അതുപോലെ ഡോസറയൊക്കെയാണ് ഈ കാർണിവറസ് പ്ലാന്റിനുള്ള എക്സാമ്പിൾസ്. നെക്സ്റ്റ് ദ പ്ലാന്റ് സൈക്കിൾ. എന്താണ് പ്ലാന്റ് സൈക്കിൾ എന്ന് നോക്കാം. A plant starts its life with a tiny seed sown in soil, which germinate into a spot with the help of energy stored in the seed. Spot then grow to a seedling with very few leaves, the food factory of the plant. The plant cycle. എന്താണ് പ്ലാന്റ് സൈക്കിൾ എന്ന് നോക്കാം. എന്താണ്? എ പ്ലാന്റ് സ്റ്റാർട്ട് ഇറ്റ്സ് ലൈഫ് വിത്ത് എ ടിനി സീഡ് സോൺ ഇൻ സോയിൽ which germinate into a spot with the help of energy stored in the seed. Spot then grow to a seedling with very few leaves, the food factory of the plant. എന്താണ്? ഒരു ചെടിയാണെങ്കിൽ മണ്ണിൽ വിതച്ചു കഴിഞ്ഞാൽ ആ ഒരു ചെടിയുടെ ഒരു ചെറിയ വിത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആ ചെടി ജീവിതം ആരംഭിക്കുന്നു. അതായത് മണ്ണിൽ വീണിട്ടുള്ള ആ വിത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ചെടിയുടെ ജീവിതം ആരംഭിക്കുന്നു. മണ്ണിൽ വീണ് കിടക്കുന്ന ആ വിത്തിൽ നിന്നാണ് ഒരു ചെടിയുടെ ജീവിതം ആരംഭിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? ആ വിത്തുകൾ സംഭരിച്ചു വെച്ചിട്ടുള്ള എനർജിയുടെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു? മുളയ്ക്കുന്നു. ആ വിത്തുകളിലെല്ലാം എന്തുണ്ട്? കുറച്ച് എനർജി ഉണ്ട്. ആ എനർജിയുടെ സഹായത്തോടു കൂടി ആ വിത്ത് എന്ത് ചെയ്യുന്നു? മണ്ണിൽ വീണ് കിടക്കുന്ന ആ വിത്ത് മുളയ്ക്കുന്നു, കിളിച്ചു വരുന്നു. ഈ കിളിച്ചു വരുന്ന ചെടി എന്താ? പിന്നീട് ചെടിയുടെ ഭക്ഷ്യ ഫാക്ടറി ആയ, നമുക്കറിയാലോ ഫുഡ് ഫാക്ടറി ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ലീവ്സ് ആണ്. ഇങ്ങനെ മുളച്ചു വരുന്ന ചെടി ഫുഡ് ഫാക്ടറി, ഭക്ഷ്യ ഫാക്ടറി. എന്താണ്? ചെടിയുടെ ഭക്ഷ്യ ഫാക്ടറി എന്താണ്? ലീവ്സ്. ഇലകളായിട്ട് വളരെ കുറച്ച് ഇലകളായിട്ട് ഇങ്ങനെ ഒരു തൈയായിട്ട് വരുന്നു. A plant starts its life with a tiny seed sown soil which germinate into a spot with the help of energy stored in the seed. Spot then grow to a seedling with very few leaves, the food factory of the plant.
ഒരു വിത്ത് മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ആ മണ്ണിൽ വീണ് കിടക്കുന്നത് വിത്തിന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ വിത്ത് എന്ത് ചെയ്യുന്നു? മുളച്ചു വരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്ന? അങ്ങനെ മുളച്ചു വരുന്ന ഒരു ചെടി എന്താണ്? അതിന്റെ പുറ്റായിട്ട് ഉണ്ടാകുന്നു, ഇലകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇലകളുടെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു? ചെറിയൊരു തൈയായിട്ട് വളർന്നു വരാൻ തുടങ്ങുന്നു. Now the plant is self-sufficient as it can produce its own food in leaves for energy to grow and live. The tiny plant then grows into a tree with the help of food produced and stored. Now the plant is self-sufficient as it can produce its own food in the leaves for energy to grow and live. The tiny plant then grows into a tree with the help of food produced and stored. Now the plant is self-sufficient as it can produce its own food in leaves for energy to grow and live. ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എനർജിയും അതുപോലെ തന്നെ പോഷകങ്ങളൊക്കെ ആ ചെടിയുടെ ലീവ്സിൽ വെച്ച് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആ പ്ലാന്റ് എന്താവുന്നു? സെൽഫ് സഫിഷ്യന്റ് ആവുന്നു, സ്വയം പര്യാപ്തമായിട്ട് മാറുന്നു. Now the plant is self-sufficient as it can produce its own food in leaves for energy to grow and live. ഒരു ചെടിക്ക് വളരാനും അതുപോലെ ജീവിക്കാനും ആവശ്യമായിട്ടുള്ള എനർജിക്ക് വേണ്ടി ആ ചെടിയുടെ തന്നെ ഇലയിൽ എന്ത് ചെയ്യുന്നു? ഫുഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ചെടി എന്താവുന്നു? സെൽഫ് സഫിഷ്യന്റ് ആവുന്നു, സ്വയം പര്യാപ്തമായിട്ട് മാറുന്നു. The tiny plant then grow into tree with the help of food produced and stored. എന്താണ്? ഒരു ചെടിയുടെ വളരാനും അതുപോലെ ജീവിക്കാനും ആവശ്യമായിട്ടുള്ള എനർജി ആ ചെടിയുടെ തന്നെ ഇലയിൽ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്ത് പറ്റുന്നു? ഒരു ടിനി പ്ലാന്റ്, ചെറിയൊരു സസ്യം എന്ന് പറയുന്നത് അത് ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് പിന്നീട് വലിയൊരു മരമായിട്ട് വളർന്ന് വരുന്നു. Lastly, the tree grows into a mature tree with flowers and fruits that have a seed in them. These seeds can be sown again for a new plant. This life cycle of a plant is known as a plant cycle. Lastly, the tree grows into a mature tree with flowers and fruit that have seed in them. These seeds can be sown again for a new plant. This life cycle of a plant is known as plant cycle. Lastly, the tree grows into a mature tree with flowers and fruits that have seed in them. ഈ അവസാനമായപ്പോഴത്തേക്ക് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു വൃക്ഷമായിട്ട്, മരമായിട്ട് മാറുന്നു. എങ്ങനെ? ഫ്രൂട്ട്സും ഫ്ലവറും സീഡും ഒക്കെ ഉള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു വലിയ മരമായിട്ട് ലാസ്റ്റ് ഈ ഒരു പ്ലാന്റ് മാറുന്നു. These seeds can be sown again for a new plant. This life cycle of a plant is known as plant cycle. ഇങ്ങനെ വലിയൊരു മരം, ചെറിയൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വലിയൊരു മരമായി മാറുമ്പോൾ എന്തുണ്ടാവും? ആ മരത്തില് ഫ്രൂട്ട് ഉണ്ടാവും, സീഡ് ഉണ്ടാവും, പിന്നെന്താണ്? ഫ്ലവേഴ്സ് ഉണ്ടാവും, ഇല്ലേ? അപ്പൊ എന്താ? ആ മരത്തിൽ എന്ത് വരുന്ന? സീഡ് വരുന്നത്. പിന്നെ എന്തുണ്ടാവുന്ന? വിത്ത് വരുന്നില്ലേ? ഈ വിത്ത് വഴി ഈ വിത്ത് പിന്നെ മണ്ണിൽ വീണിട്ട് ഈ വിത്ത് എന്ത് ചെയ്യും? പിന്നെ മുളയ്ക്കുന്നു. ദിസ് ലൈഫ് സൈക്കിൾ ഓഫ് എ പ്ലാന്റ് ഈസ് നോൺ ആസ് പ്ലാന്റ് സൈക്കിൾ. ഇങ്ങനെ ഒരു പ്ലാന്റിന്റെ ലൈഫ് സൈക്കിളിനാണ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. പ്ലാന്റ് സൈക്കിൾ. പ്ലാന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. Lastly, the tree grows into a mature tree with flowers and fruits that have a seed in them. These seeds can be sown again for a new plant. This life cycle of a plant is known as plant cycle. എന്താണ് പ്ലാന്റ് സൈക്കിൾ എന്ന് പറയുന്നത്? ഒരു ചെറിയൊരു സസ്യം എന്ന് പറയുന്നത് വലിയൊരു വൃക്ഷമായിട്ട് മാറുന്നു. ആ മരത്തിൽ എന്തൊക്കെ കാണും? അപ്പം ഫ്രൂട്ട്സ് കാണും, ഫ്ലവർ കാണും, പിന്നെ എന്ത് കാണും? സീഡ് കാണും. ഇങ്ങനെയുള്ള ഈ മരത്തിൽ നിന്ന് സീഡ് പിന്നെ മണ്ണിലെത്തുകയും മണ്ണിൽ വീഴുന്ന ഒരു സീഡ് എന്ന് പറയുന്നത് പിന്നെ എന്ത് ചെയ്യും? പുതിയൊരു സസ്യമായിട്ട് കിളിച്ചു വരികയും ചെയ്യുന്നു.
ഇങ്ങനെയുള്ള ഒരു ലൈഫ് സൈക്കിളിനാണ് എന്ത് പറയുന്നത്? പ്ലാന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. എന്താണ് പ്ലാന്റ് സൈക്കിൾ എന്ന് പറയുന്നത്? നോക്കിക്കേ, അവിടെ ചിത്രം കാണിച്ചിരിക്കുന്നത് കണ്ട. ആദ്യം ഒരു വലിയ വൃക്ഷം ഉണ്ടല്ലേ, ആ വൃക്ഷത്തിൽ നിന്ന് എന്ത് വരുന്ന സീഡ് വരുന്നു. സീഡ് എന്ത് ചെയ്യുന്ന മണ്ണില് കിഴങ്ങി വീഴുന്നല്ലേ. ആ സീഡ് പിന്നെ എന്ത് ചെയ്യുന്ന സീഡ് വിത്ത് ലീവ്സ്, ചെറിയ ഇലകളായിട്ട് സീഡ് ഇങ്ങനെ മുളച്ചു വരുന്നു. പിന്നെന്താ ആ സീഡിൽ നിന്ന് റൂട്ടൊക്കെ വന്ന് ചെറുതായിട്ട് കിളിച്ച് വരുന്ന ഒരു ചിത്രം കൊടുത്തിരിക്കുന്നല്ലേ. പിന്നെന്താ ഗ്രോയിങ് ട്രീ, അത് ചെറിയ ഒരു മരമായിട്ട് വളർന്ന് വരുന്നു. പിന്നീട് എന്താവുന്ന മെച്യൂർ ട്രീ ഫുൾ ഓഫ് ഫ്രൂട്ട്സ് ദാറ്റ് കണ്ടെയ്ൻ സീഡ്. എന്താ സീഡൊക്കെ ഉള്ള ആ ഒരു ചെറിയ സസ്യം പ്ലാന്റ് എന്ന് പറയുന്നത് മെച്യൂർ ട്രീ ആവുന്നത്. എന്തൊക്കെ ഉള്ള ഫ്ലവറും അതുപോലെ സീഡും ഫ്രൂട്ടും ഒക്കെ ഉള്ള മെച്യൂർ ട്രീ ആയിട്ട് പിന്നെ വളർന്നു വരുന്നത്. അത് ഈ പ്രക്രിയ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രക്രിയ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് പ്ലാന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫുഡ് ചെയിൻ. എന്താണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്? എന്താണ് ഫുഡ് ചെയിൻ? Food is very important for all living beings as it gives us energy and nutrients. A food chain shows how all creatures get their food. It also shows us how energy and nutrients pass from one creature to the other. A plant produces its own food with energy from the sun and nutrients from the soil. എന്താണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്? ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ഓൾ ലിവിംഗ് ബീയിങ്സ് ആസ് ഇറ്റ് ഗിവ്സ് us എനർജി ആൻഡ് ന്യൂട്രിയൻസ്. എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് ആവശ്യമാണ്? ഫുഡ് ആവശ്യമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനും അതുപോലെ എനർജിക്കും അതുപോലെ ന്യൂട്രിയൻസിനും ഒക്കെ വേണ്ടി എന്താ ഫുഡ് ആവശ്യമാണ് അല്ലേ. നമുക്ക് എനർജിയും അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ നൽകുന്നത് എന്താണ്? ഫുഡാണ്. എല്ലാ ജീവജാലങ്ങൾക്കും എനർജിയും ന്യൂട്രിയൻസും ഒക്കെ നൽകുക ഫുഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ എന്ത് ആവശ്യമാണ്? ഫുഡ് ആവശ്യമാണ് അല്ലേ. A food chain shows how all creatures get their food. It also shows us how energy and nutrients pass from one creature to the other. A plant produces its own food with energy from the sun and nutrients from the soil. A food chain shows how all creatures get their food. ഒരു ഫുഡ് ചെയിൻ എന്താണ് കാണിക്കുന്നത്? ഒരു ഫുഡ് ചെയിൻ കാണിക്കുന്നത് എന്താണ്? ഫുഡ് ചെയിൻ പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും എങ്ങനെയാണ് ഫുഡ് കിട്ടുന്നത് എന്നാണ് കാണിക്കുന്നത്. എ ഫുഡ് ചെയിൻ ഷോസ് ഹൗ ഓൾ ക്രിയേച്ചേഴ്സ് ഗെറ്റ് ദിയർ ഫുഡ്. എല്ലാ ജീവജാലങ്ങൾക്കും എങ്ങനെയാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത് എന്ന് കാണിക്കുന്നത് എന്താണ്? ഫുഡ് ചെയിൻ ആണ്. എന്താണ് ഫുഡ് ചെയിൻ? എന്താണ് കാണിക്കുന്നത്? ഫുഡ് ചെയിൻ. എ ഫുഡ് ചെയിൻ ഷോസ് ഹൗ ഓൾ ക്രിയേച്ചേഴ്സ് ഗെറ്റ് ദിയർ ഫുഡ്. എല്ലാ ജീവജാലങ്ങൾക്കും എങ്ങനെയാണ് ഫുഡ് കിട്ടുന്നത് കാണിക്കുന്നത് എന്താണ്? ഫുഡ് ചെയിൻ ആണ്. ഭക്ഷ്യ ശൃംഖലയാണ് അല്ലേ. It also shows us how energy and nutrients pass from one creature to the other. ഇത് എന്താ ഈ ഫുഡ് ചെയിൻ മറ്റൊന്നുകൂടി കാണിക്കുന്നുണ്ട്. ഒരു ക്രിയേച്ചറിൽ നിന്ന് ഒരു ജീവജാലത്തിൽ നിന്ന് മറ്റൊരു ജീവജാലത്തിലോട്ട് എങ്ങനെ എനർജിയും ന്യൂട്രിയൻസും പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നും ഫുഡ് ചെയിൻ കാണിക്കുന്നുണ്ട്. A plant produces its own food with energy from the sun and nutrients from the soil. മണ്ണിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസിലൂടെയും അതുപോലെ സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്ലാന്റ് എന്ത് ചെയ്യുന്നു? ഒരു പ്ലാന്റ് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ഓൾ ലിവിംഗ് ബീയിങ്സ്. ഇറ്റ് ഗിവ്സ് us എനർജി ആൻഡ് ന്യൂട്രിയൻസ്. എല്ലാ ജീവജാലങ്ങൾക്കും എനർജിക്കും ന്യൂട്രിയൻസിനും വേണ്ടി എന്താവശ്യമാണ്? ഫുഡ് ആവശ്യമാണ്. എ ഫുഡ് ചെയിൻ ഷോസ് ഹൗ ഓൾ ക്രിയേച്ചേഴ്സ് ഗെറ്റ് their food. It also shows us how energy and nutrients pass from one creature to the other. ഇതാണ് ഒരു ഫുഡ് ചെയിൻ കാണിക്കുന്നത്. എന്താണ്? എല്ലാ ജീവജാലങ്ങൾക്കും എങ്ങനെയാണ് ഫുഡ് കിട്ടുന്നത് എന്നാണ് എന്ത് കാണിക്കുന്നത്? ഒരു ഫുഡ് ചെയിൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്രിയേച്ചറിൽ നിന്നും ഒരു ജീവജാലത്തിൽ നിന്നും മറ്റൊരു ജീവജാലത്തിലോട്ട് എങ്ങനെയാണ് ന്യൂട്രിയൻസും അതുപോലെ എനർജിയും പാസ് ചെയ്യുന്നു എന്നും ഫുഡ് ചെയിൻ കാണിക്കുന്നു. Plants are eaten up by herbivorous animals like insects, like grasshopper, rabbit, and deer. The energy and nutrients from plants pass to these animals.
Now carnivorous animals like frogs and lion hunt other animals for their food. Finally, these animals die and decompose into the soil. So the energy and nutrients pass to the soil. Again, plants use soil nutrients to produce food. Plants are eaten up by herbivorous animals and insects like grasshopper, rabbit and deer. അതായത് ഈ പ്ലാന്റ്സിനെയൊക്കെ ഈ റാബിറ്റും അതുപോലെ ഡിയർ, ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി തുടങ്ങിയവയൊക്കെ ഈ പുല്ലുകളും തുടങ്ങിയ പുൽക്കോഴുള്ള സസ്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. The energy and nutrients from plants pass to these animals. ഇങ്ങനെ പുൽച്ചാടി ആയാലും റാബിറ്റ് ഒക്കെ ആയാലും ഇങ്ങനെയുള്ള പ്ലാന്റ്സ് കഴിക്കുന്നതിലൂടെ ഈ പ്ലാന്റിലുള്ള എനർജിയും ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ആനിമലിലോട്ട് പാസ് ചെയ്യുന്നത്. Now carnivorous animals like frogs and lion hunt other animals for their food. Carnivorous animals, carnivorous എന്ന് വെച്ചാൽ മാംസഭോജികളായിട്ടുള്ള ആനിമൽസ്, അതായത് ഫ്രോഗ്, ലയൺ തുടങ്ങിയവയൊക്കെ, ലയനും ഫ്രോഗും പോലെയുള്ള മാംസഭോജികളായിട്ടുള്ള ആനിമൽ എന്തിനു വേണ്ടി, മറ്റ് ആനിമൽസിനെ ഫുഡിന് വേണ്ടി എന്ത് ചെയ്യും, ഹണ്ട് ചെയ്യുന്നത്. അതായത് മാംസഭോജികളായിട്ടുള്ള ഫ്രോഗ് ആയാലും ലയൺ ആയാലും മറ്റ് ആനിമൽസിന് എന്തിനു വേണ്ടി, ഫുഡിന് വേണ്ടി ഹണ്ട് ചെയ്യുന്നു. Finally, these animals die and decompose into the soil. ഈ മാംസഭോജികളായിട്ടുള്ള ആനിമൽസ് അവസാനമാകുന്നത് മരിക്കില്ലേ. ഈ മാംസഭോജികളായിട്ടുള്ള ആനിമൽസ് മരിക്കുമ്പോൾ അവരിതാ മണ്ണില് ഡീകമ്പോസ് ചെയ്യുന്ന, മണ്ണില് അഴുകി ചേരുന്നില്ലേ. So the energy and nutrients pass into the soil. Again, plant use soil nutrients to produce food. അങ്ങനെ ഈ മാംസഭോജികളായിട്ടുള്ള അനിമൽസ് ഒക്കെ തന്നെ മണ്ണിൽ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അവരുടെ ഉണ്ടായിരുന്ന എനർജി ന്യൂട്രിയൻസ് ഒക്കെ എങ്ങോട്ട് പോകുന്നു, മണ്ണിലോട്ട് പോകുന്നു. Again, plants use soil nutrients to produce food. ഇങ്ങനെ സോയിൽ എന്തെത്തുന്ന എനർജി ന്യൂട്രിയൻസ് ഒക്കെ മണ്ണിലെത്തുന്നത്. ഈ മണ്ണിൽ നിന്ന് പിന്നീട് എന്താണ്, പ്ലാന്റ്സ് ഈ സോയിൽ ന്യൂട്രിയൻസ് ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് വളരുന്നു. Plants are eaten up by herbivorous animals and insects like a grasshopper, rabbit and deer. Rabbit ആയാലും ഡിയർ ആയാലും grasshopper പുൽച്ചാടി ആയാലും ഈ സസ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നല്ലേ. The energy and nutrients from plants pass to the animals. അങ്ങനെ ഈ പുൽച്ചാടി ആയാലും റാബിറ്റ് ആയാലും ഡിയർ ആയാലും ഈ സസ്യങ്ങളെ കഴിക്കുന്നതിലൂടെ ഈ ഒരു പ്ലാന്റിലുള്ള എനർജി ആയാലും അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ ഈ അനിമലിലോട്ട് പാസ് ചെയ്യപ്പെടുന്നു. Now the carnivorous animals like frog and lion hunt other animals for their food. ഈ തവളയായാലും ഫ്രോഗിനെ ആയാലും പുൽച്ചാടി ആയാലും ഒക്കെ തന്നെ റാബിറ്റിനെ ആയാലും ഒക്കെ തന്നെ കാർണിവേഴ്സ് ആനിമൽ, മാംസഭോജികളായിട്ടുള്ള അനിമൽസ് എന്ത് ചെയ്യുന്നു, ഹണ്ട് ചെയ്യുന്നു. അവരുടെ ഭക്ഷണത്തിന് വേണ്ടി റാബിറ്റിനെയും അതുപോലെ തന്നെ ഫ്രോഗിനെയൊക്കെ ഈ മാംസഭോജികളായിട്ടുള്ള അനിമൽസ് ഹണ്ട് ചെയ്ത് ഭക്ഷണമാക്കി മാറ്റുന്നു. Finally, these animals die and decompose into the soil. So the energy and nutrients pass to the soil. Again, plants use soil nutrients to produce food. അങ്ങനെ ഈ മാംസഭോജികളായിട്ടുള്ള ആനിമൽസ് മരിക്കുമ്പോൾ അത് മണ്ണില് ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ മാംസഭോജികളായിട്ടുള്ള ആനിമൽസിനുള്ള ന്യൂട്രിയൻസും എനർജിയും ഒക്കെ മണ്ണിലോട്ട് പാസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ മണ്ണിൽ എന്തുണ്ടാകുന്നു, വളരെ എനർജി ന്യൂട്രിയൻസ് ഒക്കെ എത്തിച്ചേരുന്നു. ഈ മണ്ണിലെ എനർജി ന്യൂട്രിയൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് വീണ്ടും പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, വളരുന്നു. ഇതാണ് ഇതെന്ന് പറയുന്നത് ഫുഡ് ചെയിൻ എന്ന് പറയും. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ ഫുഡ് ചെയിന്റെ. ഫസ്റ്റ് എന്താണ്, പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ എന്താണ്, അവിടെ ഒരു പ്ലാന്റിന്റെ ചിത്രമാണ് പ്രൊഡ്യൂസർ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലേ. പ്ലാന്റിനെ എന്ത് കഴിക്കുന്നു, പ്രൈമറി കൺസ്യൂമർ ആയിട്ടുള്ള ആരെയും പുൽച്ചാടി കഴിക്കുന്നു. പ്ലാന്റിനെ ആരാ കഴിക്കുന്നത്, പുൽച്ചാടി കഴിക്കുന്നു. സെക്കൻഡറി കൺസ്യൂമർ ആരാണ്, ഫ്രോഗ് ആണല്ലേ. പിന്നീട് ഈ പ്രൈമറി കൺസ്യൂമറിനെ ആര് കഴിക്കുന്നു, സെക്കൻഡറി കൺസ്യൂമർ കഴിക്കുന്നു. ഈ സെക്കൻഡറി കൺസ്യൂമറിനെ ആരാ കഴിക്കുന്നത്, ടെർഷ്യറി കൺസ്യൂമർ ആണ് കഴിക്കുന്നത്. അതായത് മാംസഭോജികളായിട്ടുള്ള അനിമൽസ് ആണ് കഴിക്കുന്നത്. ഈ മാംസഭോജികളായിട്ടുള്ള അനിമൽസ് അല്ലെങ്കിൽ ഈ ടെർഷ്യറി കൺസ്യൂമർ എന്ത് ചെയ്യുന്ന, മരിക്കുമ്പോൾ മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ലേ, ഡീകമ്പോസ് ചെയ്യുന്ന. അങ്ങനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അവിടെ മണ്ണിലുള്ള എനർജി ന്യൂട്രിയൻസ് ഒക്കെ ഉപയോഗിച്ച് പിന്നീട് വീണ്ടും പ്ലാന്റ് വളരുന്നു. ആ ഒരു ഫുഡ് ചെയിൻ ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് ചെയ്താലോ?
പേജ് നമ്പർ 233 എടുത്തേ എല്ലാവരും. ക്വസ്റ്റ്യൻ നോക്കിയ എക്സസൈസില് write the part of plant from which we get the following and stick their pictures growing in a plant or tree. ഫസ്റ്റ് നോക്കിക്കേ, പൊട്ടറ്റോ. പൊട്ടറ്റോ എങ്ങനെയാണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണല്ലേ. പൊട്ടറ്റോ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ക്യാരറ്റ് എന്താ? റൂട്ട് ആണല്ലേ. ക്യാരറ്റ് റൂട്ട് ആണ്. സ്പിനാച്ച് ലീവ്സ്. ക്യാബേജ് എന്താ? ലീവ്സ്. കോളിഫ്ലവർ എന്താ? കോളിഫ്ലവർ ഫ്ലവർ ആണല്ലേ. ടൊമാറ്റോ എന്താ? ഒരു ഫ്രൂട്ട് അല്ലേ. ഓണിയൻ റൂട്ട്. ഓണിയൻ എങ്ങനെയാ? റൂട്ട്. ടർണിപ്പ് എന്താ? റൂട്ട്. സ്വീറ്റ് പൊട്ടറ്റോ റൂട്ട്. ഷുഗർ കെയിൻ എങ്ങനെയാ? ഗ്രാസ്. ഷുഗർ കെയിൻ ഗ്രാസ്. ഇനി നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കിക്കേ. Leaves, stem, fruits and flowers are the dash part of a plant. എന്താണ്? Visible. Plants are fixed to soil with their roots. This is the dash part of a plant. പ്ലാന്റ്സിന്റെ റൂട്ട് ഒക്കെ എന്താണ്? മണ്ണിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. എന്താണ്? പ്ലാന്റിനെ മണ്ണിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത് പ്ലാന്റിന്റെ റൂട്ട് ആണല്ലേ. ഈ റൂട്ട് എന്ന് പറയുന്നത് പ്ലാന്റിന്റെ എന്താണ്? ഹിഡൻ പാർട്ടാണ്. എന്താണ് ആൻസർ? ഹിഡൻ. ഡാഷ് ആർ ടിനി എനർജി പാക്കറ്റ്സ്. എന്താണ്? ക്ലോറോഫിൽ. ക്ലോറോഫിൽ ആർ ദ ടിനി എനർജി പാക്കറ്റ്സ്. ഡാഷ് ഹെൽപ്സ് പ്ലാന്റ് ടു ബ്രീത്ത്. പ്ലാന്റിനെ ശ്വസിക്കാൻ സഹായിക്കുന്ന എന്താണ്? സ്റ്റൊമാറ്റ. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഡാഷ് ഷോ ഹൗ ഓൾ ക്രിയേച്ചർ ഗെറ്റ് ദെയർ ഫുഡ്. എന്താണ്? എ ഫുഡ് ചെയിൻ ഷോസ് ഹൗ ഓൾ ക്രിയേച്ചേഴ്സ് ഗെറ്റ് ദെയർ ഫുഡ്. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The process of releasing energy from food is called respiration. എന്താണ്? ഫുഡിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രക്രിയ എന്താണ്? റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്നു. സെവൻത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സൺലൈറ്റ് പ്രൊവൈഡ് ഡാഷ് ഫോർ ഫോട്ടോസിന്തസിസ്. എനർജി. എന്താണ്? സൺലൈറ്റ് പ്രൊവൈഡ്സ് എനർജി ഫോർ ഫോട്ടോസിന്തസിസ്. Dash animals like frogs and lion hunt other animals for their food. Dash animals ഏതാണ്? carnivorous animals. Ninth question നോക്കിക്കേ. Dash animals and insects like grasshopper, rabbit, deer feed on plants. Then answer herbivorous. 10th question നോക്കിക്കേ. Leaves are known as dash of plant as it collects sunlight and carbon dioxide. Then food factory. Leaves are known as the food factory of the plant as it collects sunlight and carbon dioxide. Third question again. Write true or false. 5 seconds. True ആണോ false ആണോ എന്ന് എല്ലാവരും പറയണം. First question നോക്കിക്കേ. Plants breathe through stomata. True ആണോ false ആണോ? True. Plant breathe through stomata. True ആണല്ലേ. Second question നോക്കിക്കേ. Photosynthesis may happen at night also. Photosynthesis രാത്രി നടക്കോ? ഇല്ല അല്ലേ. അപ്പൊ അതെന്താണ്? false ആണ്. The hidden part of plant is root. ഒരു പ്ലാന്റിന്റെ ഹിഡൻ പാർട്ട് എന്താണ്? റൂട്ട് ആണ്. ട്രൂ ആണല്ലേ. ശരിയാണ്. ട്രൂ. Plants are called as consumer. Plantsനെ കൺസ്യൂമർ എന്ന് പറയുന്നു. ആണോ? അല്ല. ഫാൾസ് ആണ്. Veins carry water and minerals from root to leaves. True ആണോ? ഫാൾസ് ആണോ? True. Plants leave out carbon dioxide also. Plants carbon dioxide പുറത്ത് വിടാറുണ്ട്. True ആണോ? ഫാൾസ് ആണോ? True. Food that is not used by plant is discarded. ഫാൾസ് ആണല്ലേ. There are plants that eat insects. പ്രാണികളെ കഴിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. ട്രൂ ആണോ? ഫാൾസ് ആണോ? ട്രൂ. Nutrients and energy pass from creature to creature. ന്യൂട്രിയൻസും എനർജിയും ഒരു ക്രിയേച്ചറിൽ നിന്ന് മറ്റൊരു ക്രിയേച്ചറിലോട്ട് പാസ് ചെയ്ത് പോകാറുണ്ട്. ട്രൂ ആണോ? ഫാൾസ് ആണോ? ട്രൂ. Food factory of plant is stem. ഒരു പ്ലാന്റിന്റെ ഫുഡ് ഫാക്ടറി പറയാൻ സ്റ്റെം ആണോ? അല്ല. ഫാൾസ് ആണല്ലേ. ഫുഡ് ഫാക്ടറി അറിയപ്പെടുന്നത് പിന്നെ എന്താണ്? ലീവ്സിനെ ആണല്ലേ. അപ്പം ഫുഡ് ഫാക്ടറി ഓഫ് പ്ലാന്റ് ഈസ് സ്റ്റെം. എന്താണ്? ഫാൾസ് ആണ്. നെക്സ്റ്റ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിലേക്ക് ആൻസർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. Why plants need food?
And why are they called producers? Why plants need food and why are they called producers? എന്തുകൊണ്ടാണ് പ്ലാന്റ്സിന് ഫുഡ് ആവശ്യമായിട്ടുള്ളത് വരുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് അവയെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? പ്ലാന്റ്സ് നീഡ് ഫുഡ് ടു ഗ്രോ ആൻഡ് ലീവ്. ജീവിക്കാനും വളരാനും ഒക്കെ എന്ത് വേണം? പ്ലാന്റിന് ഫുഡ് ആവശ്യമാണല്ലേ. They are called producers because they produce their own food. ഈ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കാൻ കാര്യം എന്താ? പ്ലാന്റ്സ് സ്വന്തമായിട്ടാണ് ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. Draw a diagram showing the process of photosynthesis. ഫോട്ടോസിന്തസിന്റെ ഒരു ഡയഗ്രാം കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചർ അത് നോട്ട് ഇട്ട് തരാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്ലോറോഫിൽസ് ആർ ടിനി എനർജി പാക്കറ്റ്. എക്സ്പ്ലെയിൻ. ക്ലോറോഫിലിനെ ടിനി എനർജി പാക്കറ്റ് എന്ന് പറയുന്നു. എന്താണ്? ക്ലോറോഫിൽസ് ആർ ടിനി എനർജി പാക്കറ്റ് ബിക്കോസ് ദേ അബ്സോർബ് എനർജി ഫ്രം ദി സൺ. സൂര്യനിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് ക്ലോറോഫിലിനെ ടിനി എനർജി പാക്കറ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഹാപ്പൻ ടു ഫുഡ് മെയ്ഡ് ബൈ പ്ലാന്റ്സ്? എന്താണ്? Plants give out oxygen produced during photosynthesis in the air that we breathe in. The plant converts sugar produced into energy to grow and leaves. Plants store food for future use also. എന്താണ്? ഫോട്ടോസിന്തസിന്റെ സമയത്ത്, പ്രകാശ സംശ്ലേഷണത്തിന്റെ സമയത്ത് പ്ലാന്റ് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ പുറത്തോട്ട് വിടുന്നു. ഈ ഓക്സിജൻ എന്ത് ചെയ്യും? നമ്മള് ശ്വസിക്കുന്നു. The plant converts sugar produced into energy to grow and leaves. പ്ലാന്റിന് വളരാനും ജീവിക്കാനൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷുഗറിനെ എന്താക്കി മാറ്റും? എനർജി ആക്കി മാറ്റുന്നു. ഇത് കൂടാതെ പ്ലാന്റ് ഫ്യൂച്ചറിലേക്ക് വേണ്ടി എന്ത് ചെയ്യും? ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. When does a tiny plant become self-sufficient? എപ്പോഴാണ് സെൽഫ് സഫിഷ്യന്റ് ആകുന്നത് ഒരു ടിനി പ്ലാന്റ്? The tiny plant becomes self-sufficient when leaves grow on seedling. സീഡുകളിലൂടെ ലീവ്സ് ഒക്കെ വരുമ്പോഴാണ് ഒരു പ്ലാന്റ് എന്താവുന്നത്? സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് മാറുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ആർ കാർണിവറസ് പ്ലാന്റ്സ്? Where are they found? Give two examples. എന്താണ് മാംസഭോജികളായിട്ടുള്ള അനിമൽസ് എന്ന് പറയുന്നത്? അത് എവിടാണ് കാണുന്നത്? അതിനുള്ള എക്സാമ്പിൾസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. There are plants that eat insects. They attract insects with their bright color and sweet smell and trap them. പ്രാണികളെ കഴിക്കുന്ന സസ്യങ്ങളെയാണ് എന്ന് പറയുന്നത് കാർണിവറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഈ കാർണിവറസ് പ്ലാന്റ്സ് അവരുടെ ബ്രൈറ്റ് കളറും അതുപോലെ സ്വീറ്റ് സ്മെല്ലും ഉപയോഗിച്ചുകൊണ്ട് ഈ ഇൻസെക്റ്റിനെ എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്യുന്നു. These plants absorb nutrients from insects required to produce food. They grow in nutrient-poor soil. Most of them are found in bogs. Flytrap, Drosera are the example of carnivorous plants. ഈ കാർണിവറസ് പ്ലാന്റ്സ് ഒക്കെ ബോഗുകളിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഡോസറയും പിന്നെന്താണ് ഫ്ലൈ ട്രാപ്പ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. കാർണിവറസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ. വാട്ട് ഈസ് ഫുഡ് ചെയിൻ? എക്സ്പ്ലെയിൻ വിത്ത് വൺ എക്സാമ്പിൾ. എന്താണ് ഫുഡ് ചെയിൻ? എന്താണ് ഫുഡ് ചെയിൻ? എ ഫുഡ് ചെയിൻ ഷോ how all creatures get their food. It also shows how energy and nutrients pass from one creature to the other. ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ എന്താ? എല്ലാ ജീവജാലങ്ങൾക്കും എങ്ങനെയാണ് എനർജി കിട്ടുന്നതെന്ന് കാണിക്കുന്നു. കൂടാതെ എനർജി ന്യൂട്രിയൻസ് ഒക്കെ ഒരു ക്രിയേച്ചറിൽ നിന്ന് മറ്റൊരു ക്രിയേച്ചറിനെ എങ്ങനെ എത്തുന്നു എന്നും കാണിക്കുന്നു. A plant produces its own food with energy from sun and nutrients from the soil. Plants are eaten up by herbivorous animals and insects like grasshopper, rabbit and deer. The energy and nutrients from plants pass to these animals. Now carnivorous animals like frogs and lion hunt other animals for their food. Finally, these animals die and decompose into the soil. So the energy and nutrients pass to the soil. Again, plants use soil nutrients to produce food. എന്താണ് പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ഈ സസ്യങ്ങളെ ഗ്രാസ് ഹോപ്പറും അതുപോലെ റാബിറ്റും ഡിയറും ഒക്കെ എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. ഈറ്റ് ചെയ്യുന്നില്ലേ? കഴിക്കുമ്പോൾ ഈ സസ്യങ്ങളിലുള്ള എനർജി ന്യൂട്രിയൻസ് ഒക്കെ ഈ ഗ്രാസ് ഹോപ്പറിലും ഡിയറിലും അതുപോലെ റാബിറ്റിലൊക്കെ എത്തുന്നു.
ഇങ്ങനെയുള്ള ഈ റാബിറ്റിനെയും അതുപോലെ എന്താണ് പുൽച്ചാടിയൊക്കെ കാർണിവേഴ്സ് അനിമൽസ് കഴിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, ഈ കാർണിവേഴ്സ് അനിമൽസ് ഈ ഒരു റാബിറ്റിനെയും അതുപോലെ പുൽച്ചാടിയൊക്കെ കഴിക്കുമ്പോൾ അവരിലുള്ള എനർജി എവിടെ എത്തുന്നു, ഈ കാർണിവേഴ്സ് അനിമൽസിൽ എത്തുന്നു. പിന്നീട് ഈ കാർണിവേഴ്സ് അനിമൽസ് മരിക്കുമ്പോൾ അവരെന്താ ഡീകമ്പോസ് ചെയ്യുന്നില്ലേ, മണ്ണില് അലിഞ്ഞു ചേരുന്നു. അപ്പൊ എന്തെത്തും, ഈ മണ്ണിൽ ഈ കാർണിവേഴ്സ് അനിമൽസിന്റെ എനർജിയും അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ എത്തുന്നു. അങ്ങനെ മണ്ണിൽ എത്തുന്ന ഈ എനർജി ന്യൂട്രിയൻസ് ഒക്കെ പിന്നീട് പുതിയൊരു സസ്യത്തിന് വളരാനുള്ള എനർജി ന്യൂട്രിയൻസ് ഒക്കെ നൽകുന്നു. എക്സ്പ്ലെയിൻ ദി ഫോളോയിങ്സ്. ലീവ്സ് ആർ ഫുഡ് ഫാക്ടറി ഓഫ് പ്ലാന്റ്സ്. ലീവ്സിനെ ഒരു സസ്യത്തിന്റെ ഫുഡ് ഫാക്ടറി എന്ന് പറയുന്നത് എന്താണ്? This is the place where all the ingredients for preparing food for plants get collected. ഇവിടെ വെച്ചാണ് ഒരു സസ്യത്തിന് ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കളക്ട് ചെയ്യുന്നത്. The chloroplast is the kitchen of the plant. എന്താണ് ക്ലോറോപ്ലാസ്റ്റിനെ ഒരു പ്ലാന്റ് കിച്ചൺ എന്ന് പറയുന്നത്? എന്താ, the process by which plant make their food. That is photosynthesis take place in the leaves of plant. ഒരു പ്ലാന്റിന്റെ ഇലയിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അനിമൽസ് ആർ കൺസ്യൂമർ. അനിമൽസ് എന്ന് പറയുന്നത് ഉപഭോക്താക്കളാണ്. എന്തുകൊണ്ടാ? Because they don't produce their own food and depend on other plants and animals for food. അനിമൽസിനെ എന്താ കൺസ്യൂമർ എന്ന് പറയാൻ കാരണം അവരൊരിക്കലും സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നില്ല. അവർ ഫുഡിന് വേണ്ടി എന്തിനെ ആശ്രയിക്കുന്നു? പ്ലാന്റിനെ അല്ലെങ്കിൽ മറ്റ് അനിമൽസിനെ ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് അനിമൽസിനെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ടീച്ചർ നോട്ട് ഈ വീഡിയോയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും നോട്ട് എഴുതി എടുക്കണം, അത് പഠിക്കുകയും ചെയ്യണം. നോട്ട് എഴുതി എടുത്തിട്ട് ടീച്ചർ ആ നോട്ട് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. മോർണിംഗ് മക്കളെ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് മലയാളമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? തിരുവോണം അല്ലേ? തിരുവോണം എന്ന് പറഞ്ഞ പാഠം നമ്മൾ പകുതി വരെ പഠിച്ചായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി പഠിക്കണ്ടേ? നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി പഠിക്കാം. അപ്പൊ നമ്മള് തിരുവോണം പാഠത്തിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഓണത്തിനെ കുറിച്ച്, ഓണ ആഘോഷത്തെ കുറിച്ച്. ഓണം വരുന്നത് ഏത് മാസത്തിലായിരുന്നു ഓണം പിറക്കുന്നത്? ചിങ്ങമാസം അല്ലേ? ചിങ്ങമാസത്തില് ഓണം പിറക്കുന്നു. പിന്നെ നമ്മൾ എന്താണ് ഓണത്തിന് അത്തപ്പൂ ഇടുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? ഓണത്തിന് കുട്ടികളെല്ലാം കൂടി ഒരുമിച്ച് രാവിലെ പൂക്കൂടയുമായിട്ട് പോയി പൂ പറിച്ചുകൊണ്ട് വരും. വീട്ടിലെ അമ്മമാര് അത്തപ്പൂക്കളം ഇടും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, പറഞ്ഞില്ലേ? പിന്നെ നമ്മൾ എന്തോ പറഞ്ഞത്? അതായത് നമ്മൾ തൃക്കാക്കരയപ്പനെ വെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ? എന്തായിരുന്നു? ബ്രാഹ്മണരാണെങ്കില് അമ്പലവാസികളും അത്തനാളിന് വെക്കും, സാധാരണക്കാര് മൂലം നാളിലാണ് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. പിന്നെ ഓണ സദ്യയുടെ കാര്യം പറഞ്ഞു. എന്താണ്? കാണാൻ വിറ്റായാലും ഓണം കൊണ്ടല്ലേ ഏത് പാവപ്പെട്ട വീട്ടിലായാലും എടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്? നമ്മള് തൃക്കാക്കരയപ്പനെ നിവേദിക്കുന്ന കാര്യം പറഞ്ഞു. വില്ലുകൊട്ടലിനെ കുറിച്ച്, ഓണത്തിന്റെ പ്രധാനപ്പെട്ട ഓണം വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിരുന്നു നമ്മൾ വില്ലുകൊട്ടൽ എന്ന് പറഞ്ഞത്. അതേക്കുറിച്ച് നമ്മൾ നോക്കി. പിന്നെ ഓണപ്പുടവയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? വലിയവരൊക്കെ എന്താണ്? വലിയവർ ഓണപ്പുടവയെ കുറിച്ച് മറന്നുപോയാലും നമ്മൾ കൊച്ചുകുട്ടികൾ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. എന്നിട്ട് എല്ലാവരും എന്താണ് ഓണത്തിന് ഓണപ്പുടവയൊക്കെ കൈമാറുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഇനി നോക്കിക്ക് ബാക്കി നമുക്ക് നോക്കിയാൽ നമ്പർ 40 എടുത്തേ. അല്ല, സെക്കൻഡ് പാരഗ്രാഫോട്ടാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. തുടങ്ങാം നമുക്ക്. എല്ലാം ടെക്സ്റ്റ് ഒക്കെ എടുത്തോ? പഠിക്കാൻ റെഡിയല്ലേ? എങ്കിലും നോക്കിക്കേ, ടീച്ചർ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നോക്കിക്കേ. ഓണക്കോടിയും ഉടുത്ത് ഓണസദ്യയുമുണ്ട് വീട്ടിൽ അടങ്ങി പാർക്കുകയെല്ലാം മലയാളികൾ ചെയ്യുന്നത്. ആണോ? നമ്മൾ പുത്തൻ ഓണക്കോടിയൊക്കെ ഇട്ട് ഓണത്തിന് ഓണസദ്യ കഴിച്ചിട്ട് വീട്ടിൽ കയറി ഇരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എന്ത് വീടുകളൊക്കെ കാണാൻ പോകും അല്ലേ? ബീച്ചിലൊക്കെ പോകുന്നവരുണ്ട്, പാർക്കിൽ പോകുന്നവരുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ ഓണക്കോടിയൊക്കെ എടുത്ത് വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കാതെ നമ്മൾ വെളിയിൽ പോകും. പ്രായത്തിനും അഭിരുചിക്കും അനുസരിച്ച് പലതരം കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നു ഇല്ലേ? പണ്ടൊക്കെ ഇപ്പൊ ഈ കൊറോണ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു? മുമ്പുള്ള കാലത്തൊക്കെ ഓരോ ക്ലബ്ബുകൾ അനുസരിച്ച്
അനുസരിച്ച് ഓരോ സ്ഥലത്ത് പരിപാടി എടുക്കാറുണ്ടായിരുന്നു അല്ലേ? ഓണപരിപാടി, പാട്ടും പിന്നെ അതുപോലെ എന്താ ഓട്ടം, അതുപോലെ സ്പോർട്സും അല്ലേ? ഒത്തിരി ഓണപരിപാടി കായിക വിനോദങ്ങളൊക്കെ ഓരോ ക്ലബ്ബുകാരെ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു കൊറോണയ്ക്ക് മുമ്പൊക്കെ ഓണത്തിന്. ഇപ്പൊ ഇല്ലല്ലേ, ഇപ്പൊ ആ പരിപാടികളൊന്നും കാണുന്നില്ല. ഓണത്തിന് നമ്മളെന്താണ് പലതരം കായിക വിനോദങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ പ്രായത്തിനും അഭിരുചിക്കും അനുസരിച്ച് പലതരം കായിക വിനോദങ്ങളിൽ ആളുകൾ ഏർപ്പെടുന്നു. സ്ത്രീകൾക്ക് കൈകൊട്ടിക്കളിയാണ് പ്രധാനം ഇല്ലേ? സ്ത്രീകൾ എന്താണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്? കൈകൊട്ടിക്കളി ഇല്ലേ? അതാണ് കളിക്കുന്നത്, അവർക്ക് അതാണ് പ്രധാനം. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഏതെങ്കിലും വലിയ വീട്ടിൽ എല്ലാവരും ഒത്തുചേരുന്നു. പിന്നെ പാട്ടും കളിയും ഒക്കെ അല്ലെ? എല്ലാവരും കൂടെ ഒരു വീട്ടിൽ കൂടിയിട്ട് അവിടെ പാട്ടും കളിയും ഭയങ്കര ബഹളമാണ്. ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ ഓണക്കൂടിയൊക്കെ എടുത്തിട്ട് ആ വലിയ വീടുകളിൽ എല്ലാവരും ഒത്തുചേർന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? പലതരം കായിക വിനോദങ്ങളും കളിയും ഒക്കെ നടത്തുന്നു. ആൺകുട്ടികൾ പന്തുകളിയും വടംവലിയും ഓണക്കളിയും ഒക്കെ ആഘോഷിക്കുന്നു ഇല്ലേ? ആൺകുട്ടികൾക്ക് എന്താണ്? അവരിങ്ങനെ കൈകൊട്ടി കളിക്കാനാണോ പോകുന്നത്? അവർക്ക് പന്ത് കളിയും വടംവലി ഇല്ലേ, ഓണക്കളി ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം കളിക്കാൻ. ഓണത്തല്ല് പ്രസിദ്ധമാണല്ലോ. ഓണത്തല്ല് കേട്ടിട്ടുണ്ടോ? നമ്മൾ ടിവിയിലൊക്കെ ഓണപരിപാടിയൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് കാണിക്കാറുണ്ട് ഓണത്തല്ല്. ഓണത്തല്ല് പ്രസിദ്ധമാണ്. ഓണത്തിൽ നടക്കുന്ന ഓണത്തല്ല് എന്ന് പറഞ്ഞ കളി എന്താണ്? അത് പ്രസിദ്ധമാണ്. വൃദ്ധന്മാർ ചതുരംഗം കളിക്കാനും പകിട കളിക്കാനും ഒക്കെയായി പലവിധ കളികളിൽ ഏർപ്പെടും. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ പ്രായത്തിനും അഭിരുചിക്ക് അനുസരിച്ചുള്ള കായിക വിനോദങ്ങളിലാണ് ഓരോരുത്തര് ഏർപ്പെടുന്നത്. സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? കൈകൊട്ടി കളിയാണ് അവരുടെ ഇഷ്ടമെങ്കിൽ ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു? പന്ത് കളിക്കാനും വടം കളിക്കാനും ഒക്കെ പോകും. ഓണത്തല്ലും അതിൻ്റെ ഇടയ്ക്ക് എന്താണ്? ഒരു കായിക വിനോദമാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ഇപ്പൊ പറഞ്ഞ വൃദ്ധന്മാരിൽ എന്ത് ചെയ്യുന്നു? പകിട കളിക്കുക, ചതുരംഗം കളിക്കുക, അവരുടെ കളികളാണ് ഈ കളികൾ. അപ്പൊ അവരവർക്ക് ചേരുന്ന പ്രായത്തിനും അവരുടെ ഇഷ്ടത്തിന് ചേരുന്ന കളികളിലാണ് ഓരോരുത്തരും ഏർപ്പെടുന്നത്. മലയാള ദേശത്ത് കുടിൽ തൊട്ട് കൊട്ടാരം വരെ ആഘോഷിച്ചു വരുന്ന ഈ ദേശീയോത്സവത്തിന്റെ ഉത്ഭവം എന്താണ്? അല്ലേ? നമ്മളെല്ലാം ഓണം ആഘോഷിക്കുന്നു. അതിന്റെ ഉത്ഭവം എന്താണ്? ഓണം എങ്ങനെ വന്നു? നമ്മൾ എങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങി? എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ആൾക്കാരെല്ലാവരും നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആഘോഷിക്കുന്ന ഓണത്തിന്റെ ഉത്ഭവം എന്താണ്? അത് എങ്ങനെ വന്നു എന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്താണ് അറിയാമോ? ടീച്ചർ ഒന്ന് പറഞ്ഞേ, എങ്ങനെയായിരുന്നു? എന്താണ് ഓണം ആഘോഷിക്കാനുള്ള കാരണം? എന്താ നോക്കിക്കേ? വാമന അവതാരവുമായിട്ടാണ് തിരുവോണത്തിന് ബന്ധം വരുന്നത് അല്ലേ? വാമനന്റെ അവതാരവുമായിട്ടാണ് തിരുവോണത്തിന് ബന്ധം വരുന്നത്. മഹാബലി എന്ന അസുര ചക്രവർത്തി എല്ലാവരും കേട്ടിരിക്കും. നമുക്കെല്ലാം അറിയത്തില്ലേ മഹാബലി? നമ്മൾ മാവേലി എന്നൊക്കെ പറയില്ലേ? അപ്പൊ മഹാബലിയുമായിട്ടാണ് അല്ലേ? മഹാബലി ആരാണ്? ഒരു അസുര ചക്രവർത്തിയാണ്. അപ്പൊ ആ അസുര ചക്രവർത്തിയെ മഹാബലിയുമായിട്ടാണ് നമ്മുടെ ഓണം ബന്ധപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കഥയല്ലേ? ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞുതരാം. നോക്കിക്കേ, അദ്ദേഹം 3 ലോകവും പിടിച്ചടക്കി. പ്രജാക്ഷേമ തൽപരനായ ആ മഹാശക്തന്റെ ഭരണകാലത്ത് ലോകത്തിലെങ്ങും സുഖവും സമൃദ്ധിയും കളിയാടിയിരുന്നു അല്ലേ? മഹാബലി ഭരിച്ചിരുന്ന ആ നാടെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതായിരുന്നു? ഭയങ്കര സമ്പൽ സമൃദ്ധി. എല്ലാ ആൾക്കാരും നല്ല സമ്പൽ സമൃദ്ധിയോടുകൂടിയും നല്ല രീതിയിലും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മഹാബലി തമ്പുരാന്റേത് അല്ലേ? 3 ലോകവും പിടിച്ചടക്കിയ എന്താണ്? പ്രജാക്ഷേമ തൽപരനായിരുന്നു. പ്രജകളുടെ കാര്യങ്ങൾക്കായിരുന്നു, ക്ഷേമത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള ആ മഹാശക്തന്റെ ഇല്ലേ, അല്ലെങ്കിൽ ആ മഹാബലി തമ്പുരാന്റെ ആ കാലത്ത് എല്ലാ ലോകത്തിലെങ്ങും സുഖവും സമൃദ്ധിയും ആയിരുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ ആ പാട്ട്? മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെല്ലാത്തുമുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം. കേട്ടിട്ടില്ലേ ഈ പാട്ട്? നമ്മുടെ മഹാബലി ഭരിച്ചിരുന്ന കാലത്തെ കുറിച്ചാണ് പറഞ്ഞില്ലേ? അന്നത്തെ കാലത്ത് എന്തായിരുന്നു? എങ്ങും കള്ളത്തരമില്ല, ആർക്കും ഒരു ആപത്തുമില്ല, കള്ളത്തരങ്ങളും ഒന്നുമില്ലാത്ത എല്ലാവരും സമ്പൽ സമൃദ്ധിയോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മഹാബലി തമ്പുരാന്റെ ഇല്ലേ? അദ്ദേഹം ഒരു അസുര ചക്രവർത്തി ആയിരുന്നെങ്കിൽ അദ്ദേഹം പ്രജകളുടെ ക്ഷേമത്തിനായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത്. പക്ഷേ ദേവന്മാരെ അദ്ദേഹം വകവെച്ചിരുന്നില്ല. പ്രജകൾക്ക് വേണ്ടുവോളം സമ്പൽ സമൃദ്ധി കൊടുത്ത അദ്ദേഹം ദേവന്മാരെ ഒന്നും വകവെച്ചില്ല അല്ലെ? അനുസരിച്ചില്ല. അതിനാൽ അവരുടെ നേതാവായ മഹാവിഷ്ണു വാമനനായി അവതരിച്ച് ദാനശീലനായ മഹാബലിയോട് 3 അടി ഭൂമി യാചിച്ചു. നമ്മുടെ മഹാവിഷ്ണു എന്ത് ചെയ്തു? ദേവനാണല്ലേ? ദേവനായ മഹാവിഷ്ണു എന്ത് ചെയ്തു? എല്ലാവർക്കും ദാനം കൊടുക്കുന്ന
നല്ലൊരു ദാനശീലനായിരുന്നു നമ്മുടെ മഹാബലി തമ്പുരാൻ. അപ്പം മഹാബലിക്ക് വന്നിട്ട് 3 അടി ഭൂമി യാചിച്ചു. എനിക്ക് 3 അടി ഭൂമി തന്നോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദാനശീലനായ മഹാബലി എന്ത് ചെയ്തു അല്ലേ? അത് കൊടുത്തു. 3 അടി ഭൂമി അളന്നെടുത്തുകൊള്ളാൻ നമ്മുടെ മഹാബലി പറഞ്ഞു. നോക്കിക്കേ, അത് അളന്നെടുത്തുകൊള്ളാൻ മഹാബലി അനുവദിക്കുകയും ചെയ്തു. നമ്മുടെ വിഷ്ണു ഭഗവാൻ, ദേവനായ വിഷ്ണു ഭഗവാൻ എന്താണ് വാമനാവതാരം എടുത്തിട്ട് നമ്മുടെ മഹാബലി തമ്പുരാന്റെ അടുത്ത് വന്ന് 3 അടി ഭൂമി യാചിച്ചു. എല്ലാവർക്കും ദാനം കൊടുക്കുന്ന നമ്മുടെ ദാനശീലനായ മഹാബലി തമ്പുരാൻ എന്ത് പറഞ്ഞു? ആ 3 അടി ഭൂമി നീ അളന്നെടുത്തുകൊള്ളാൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ വാമനൻ വളർന്ന് 3 അടിയായി 3 ലോകവും അളന്നെടുക്കുകയും മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു. അപ്പൊ ഇത് കേട്ട ഉടനെ നമ്മുടെ വാമനൻ, നമ്മുടെ മഹാവിഷ്ണുവിന്റെ വാമനായിട്ട് വന്നത്, അദ്ദേഹം 3 അടിയായിട്ട് വളർന്ന് 3 ലോകം. അപ്പം വളർന്ന എന്താ അത്രയ്ക്കും അടി വെച്ച് പോകുമ്പോ കാലടി വെച്ച് പോകുമ്പോ എന്താണ് അത്രയ്ക്കും ദൂരമായിരിക്കും. അങ്ങനെ 3 അടി മണ്ണ് അളന്നപ്പെടുത്തിയാലും നമ്മുടെ മഹാബലി തമ്പുരാൻ എന്താ സ്ഥലമില്ല, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. പ്രജകളെ സ്നേഹിക്കുകയും പ്രജകളാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്തിരുന്ന ആ അസുര ചക്രവർത്തിക്ക് ഒരു വരം മഹാവിഷ്ണു ദാനം ചെയ്തു. അപ്പൊ എന്താണ് 3 അടിയിൽ അളന്നു വന്ന വഴിക്ക് നമ്മുടെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അപ്പൊ എന്താ ചവിട്ടിത്താഴ്ത്തിയപ്പം അല്ലേ, ചവിട്ടിത്താഴ്ത്തുന്നതിന് മുമ്പ് നമ്മുടെ മഹാവിഷ്ണു നമ്മുടെ മഹാബലിക്ക് എന്താണ് ഒരു വരം കൊടുത്തു, ഒരു വരം ദാനം ചെയ്തു. എന്താണ്? പ്രജകളെ സ്നേഹിക്കുകയും പ്രജകളാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്തിരുന്ന അസുര ചക്രവർത്തിക്ക് അല്ലേ, അസുര ചക്രവർത്തി ആയാലും പോലെ എല്ലാ പ്രജകൾക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്, അതുപോലെ തിരിച്ച് അദ്ദേഹത്തിനും പ്രജകളെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ അസുര ചക്രവർത്തിക്ക് മഹാവിഷ്ണു ഒരു വരം ദാനം കൊടുത്തു. എന്തായിരുന്നു ആ വരം? കൊല്ലത്തിലൊരിക്കൽ തന്റെ പ്രജകളെ വന്ന് കണ്ടുപോകാൻ സമ്മതിക്കുക എന്നതായിരുന്നു. അതെന്ത് ചെയ്യാം? പാതാളത്തിലേക്ക് പോയാലും കൊല്ലത്തിലെ വർഷത്തിൽ ഒരിക്കൽ വന്ന് നിന്റെ പ്രജകളെ കണ്ടിട്ട് പോകുക എന്നതായിരുന്നു ആ വരം. ആ ദിവസത്തെയാണ് കേരളീയർ തിരുവോണമായി കൊണ്ടാടി വരുന്നത്. അപ്പൊ മഹാബലി ഇങ്ങനെ പാതാളത്തിൽ നിന്ന് നമ്മളെ കാണാൻ വരുന്നില്ലേ, അദ്ദേഹത്തിന്റെ പ്രജകളെ കാണാൻ വരുന്ന ആ ദിവസമാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയത്തില്ലേ, നമ്മുടെ എപ്പോഴും പറയത്തില്ലേ, മഹാബലി നമ്മുടെ ഓണത്തിന് വരുന്ന ദിവസമാണ് നമ്മൾ തിരുവോണമായിട്ട് ആഘോഷിക്കുന്നത്. മലയാളികൾ ആകമാനം വിശ്വസിച്ചു വരുന്ന ഈ ഐതിഹ്യം ഓണപ്പാട്ടിലും കാണുന്നുണ്ട് ഇല്ലേ? ഓണപ്പാട്ടിലും ഈ ഐതിഹ്യം തന്നെയാണ് പറയുന്നത്. നമ്മളെല്ലാരും ഓണം എങ്ങനെ വന്നു അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്ന കാര്യം പറയുമ്പോഴത്തേനും നമ്മളെല്ലാരും പറയുന്ന ഒരു കഥയാണ് ഈ ഒരു കഥ. ഈ ഒരു ഐതിഹ്യമാണ് നമ്മളെല്ലാരും പറയുന്നത്. ഇങ്ങനെ മഹാവിഷ്ണു മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും അദ്ദേഹത്തിന് ഒരു വരം കൊടുക്കുകയും ചെയ്തു. എന്തായിരുന്നു ആ വരം? കൊല്ലത്തിലൊരിക്കൽ നിന്റെ പ്രജകളെ വന്ന് കണ്ടിട്ട് പോവുക. അപ്പൊ അങ്ങനെ പറഞ്ഞ് മഹാബലി നമ്മളെ പാതാളത്തിൽ നിന്ന് കാണാൻ വരുന്ന ഒരു ദിവസമാണ് എല്ലാവരും തിരുവോണമായിട്ട് കൊണ്ടാടുന്നത്. ഈ ഒരു ഐതിഹ്യമാണ് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഐതിഹ്യം എന്താണ്? ഓണപ്പാട്ടിലും കാണാം, ഭാഗവതത്തിലും ഈ കഥയാണ് കാണുന്നത്. അപ്പൊ ഭാഗവതത്തിലും ഈ ഒരു കഥ തന്നെയാണ്. ഓണത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് എന്താണ്? ഈ ഒരു കഥ തന്നെയാണ് നമ്മുടെ ഭാഗവതത്തിലും കാണുന്നത്. മലയാള ദേശത്ത് സാർവത്രികമായി ആഘോഷിച്ചു വരുന്ന തിരുവോണവുമായി ബന്ധപ്പെട്ട് ധാരാളം ചൊല്ലുകളുണ്ട്. നമ്മൾ നേരത്തെ ഒരു ചൊല്ല് പറഞ്ഞു അല്ലെ, എന്താണ്? കാണാൻ പറ്റും ഓണം ഉണ്ണണം. അപ്പൊ അതുപോലെ എന്താണ് മലയാള ദേശത്ത് സാർവത്രികമായി ആഘോഷിച്ചു വരുന്ന ഈ ഒരു തിരുവോണവുമായി ബന്ധപ്പെട്ട് ധാരാളം വേറെയും ചൊല്ലുകളുണ്ട്. അതിലൊരു ചൊല്ലാണ്, അവയിൽ ഒന്നാണ് ഓണം കേറാ മൂല. എന്താണ് വേറൊരു ചൊല്ല്? ഓണം കേറാ മൂല. ഓണം കേറാമൂല എന്ന് പറഞ്ഞാൽ നിർദ്ദിഷ്ടമായി ഗണിച്ചു വരുന്ന ഒരു സ്ഥലമാണ്. ഇതിൽ നിന്ന് തന്നെ ഈ ഉത്സവത്തിന്റെ പ്രാധാന്യം സ്പഷ്ടമാണ്. നിർദ്ദിഷ്ടമായി ഗണിച്ചു വരുന്ന ഒരു സ്ഥലമാണ് ഓണം കേറാമൂല എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ആ ഒരു ഉത്സവത്തിന്റെ പ്രാധാന്യം വ്യക്തമാണ്. ഓണം എത്താത്ത ഒരു സ്ഥലവും ഇല്ല. സുഖത്തോടും സമൃദ്ധിയോടും കൂടി രാജ്യം ഭരിച്ചിരുന്ന മഹാബലിയുടെ കാലത്ത് എന്നും ഓണമായിരുന്നു. നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയില്ലേ, എല്ലാവർക്കും ആപത്തൊന്നുമില്ല, കള്ളത്തരമില്ല, പൊളിവചനമില്ല, ഒരു ദുഃഖങ്ങളുമില്ല, സമ്പൽ സമൃദ്ധി. അപ്പൊ മഹാബലി ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ എല്ലാ ആൾക്കാർക്കും എന്നും ഓണം തന്നെയായിരുന്നു. ഇന്ന് പട്ടിണിയും പരിവട്ടവുമാണെങ്കിലും ആ ഭരണകർത്താവ് നാട് കാണാൻ വരുന്ന ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിൽ അസംതൃപ്തി തോന്നാത്ത വിധത്തിൽ നാം സന്തോഷം പ്രകടിപ്പിച്ച് ഉത്സവം ആഘോഷിക്കുന്നു. അപ്പൊ എന്താണ് ഇന്ന് മിക്കയിടത്തും നമുക്കറിയാം, ഈ കൊറോണ വന്നപ്പോഴത്തേക്ക് ഓണമെല്ലാം തീർന്നു അല്ലേ? ഓണത്തിന് വല്ലോണം പോകുന്നുണ്ടോ? ഇല്ല. നമ്മൾ വീട്ടിൽ തന്നെ ഓണക്കോടിയിട്ട് മാക്സിമം വീട്ടിൽ തന്നെ ഓണം ആഘോഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ നമുക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇന്ന് മിക്കയിടത്തും പട്ടിണിയും പരിവട്ടവും ഒക്കെ ആണെങ്കിലും എന്താണ് നമ്മള് മഹാബലി തമ്പുരാൻ നമ്മളെ കാണാൻ വരുന്ന ആ ദിവസം എല്ലാവരും എന്ത് ചെയ്യുന്നു? ഓണം എങ്ങനെയെങ്കിലും ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ സന്തോഷം പ്രകടിപ്പിച്ച് നാം എന്താണ് മഹാബലി തമ്പുരാന് ഒരു അസംതൃപ്തിയും വരരുത്. ആ രീതിയിൽ നമ്മളെല്ലാ ആൾക്കാരും ഓണം എങ്ങനെയെങ്കിലും ആഘോഷിക്കുന്നുണ്ട്. സുഖസമൃദ്ധമായ ഒരു ഭൂതകാലത്തിന്റെ സ്മരണയ്ക്കായി അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു നല്ല ഭാവിയെ ലക്ഷ്യമാക്കി
ലക്ഷ്യമാക്കിക്കൊണ്ട് കൊല്ലം തോറും കൊണ്ടാടി വരുന്ന ഒരു മഹോത്സവമായി തിരുവോണത്തെ നമുക്ക് കാണാം അല്ലെ. എന്താണ്? ഒരു ഭൂതകാലത്തിന്റെ സുഖസമൃദ്ധമായ ഭൂതകാലത്തിന്റെ സ്മരണയ്ക്ക്. പണ്ട് മഹാബലി തമ്പുരാൻ ഭരിച്ചിരുന്നപ്പോൾ നല്ല കാലമായിരുന്നു എല്ലാവരും. അപ്പൊ എന്നും ഓണം വന്നു. അപ്പൊ ആ ഒരു കാലത്തിന്റെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ എന്താണ് ഇനി വരുന്ന ഒരു നല്ല ഭാവിക്ക് വേണ്ടി, ഭാവിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്താണ് കൊല്ലം തോറും ആഘോഷിക്കുന്ന ഈ ഒരു തിരുവോണത്തിൽ നമുക്ക് എന്താണ് ഒരു മഹോത്സവമായി അല്ലേ കാണാം. ഒരു മഹോത്സവമായി നമുക്ക് കാണാം. മനസ്സിലായി നമുക്ക് ഒന്നുകൂടെ വായിക്കട്ടെ. മലയാള ദേശത്ത് സാർവത്രികമായി ആഘോഷിച്ചു വരുന്ന തിരുവോണവുമായി ബന്ധപ്പെട്ട് ധാരാളം ചൊല്ലുകളുണ്ട്. അവയിൽ ഒന്നാണ് ഓണം കേറാമൂല. ഓണം കേറാമൂല എന്ന് പറഞ്ഞാൽ നിർദിഷ്ടമായി ഗണിച്ചു വരുന്ന ഒരു സ്ഥലമാണ്. ഇതിൽ നിന്ന് തന്നെ ഈ ഉത്സവത്തിന്റെ പ്രാധാന്യം സ്പഷ്ടമാണ്. സുഖത്തോടും സമൃദ്ധിയോടും കൂടി രാജ്യം ഭരിച്ചിരുന്ന മഹാബലിയുടെ കാലത്ത് എന്നും ഓണമായിരുന്നു. ഇന്ന് പട്ടിണിയും പരിവട്ടവും ആണെങ്കിലും ആ ഭരണകർത്താവ് നാട് കാണാൻ വരുന്ന ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് ഒരു അസംതൃപ്തി തോന്നാത്ത വിധത്തിൽ നാം സന്തോഷം പ്രകടിപ്പിച്ച് ഉത്സവം ആഘോഷിക്കുന്നു. സുഖസമൃദ്ധമായ ഒരു ഭൂതകാലത്തിന്റെ സ്മരണയ്ക്ക് അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു നല്ല ഭാവിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കൊല്ലം തോറും കൊണ്ടാടി വരുന്ന ഒരു മഹോത്സവമായില്ലേ. ഒരു മഹോത്സവമായി നമുക്ക് എന്താണ് തിരുവോണത്തെ നമുക്ക് കാണാം. അപ്പം നമ്മളെ എന്താണ് പാഠത്തിൽ നമ്മൾ തിരുവോണം എന്ന പാഠത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ചാപ്റ്റർ തീർന്നു. നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സോട് പറഞ്ഞത്? ഓണം അല്ലെ, ഓണം വരുന്ന മാസം ഏതാണ് നമ്മൾ പറഞ്ഞു? ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത്. ഓണ സമയമാകുമ്പോഴത്തേക്ക് എല്ലാ ചെടികളും എന്താണ് പൂത്തുകഞ്ഞ് നിൽക്കുന്നു. ആ പൂവൊക്കെ പറിച്ച് കുട്ടികള് അത്തപ്പൂക്കളെ ഇടും. പിന്നെ എന്താണ് നമ്മൾ നമ്മളെ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്ന കാര്യം പറഞ്ഞു. മൂലനാളിലും അത്തനാളിലുമായിട്ടാണ്. മൂലനാളിലാണ് ആരാണ് സാധാരണക്കാരെ ചെയ്യുന്നതെങ്കിൽ അമ്പലവാസികളും ബ്രാഹ്മണരും അത്തനാളിൽ തന്നെ തൃക്കാക്കരയപ്പനെ വയ്ക്കാറുണ്ട്. തൃക്കാക്കരയപ്പനെ നിവേദിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഓണം വരുന്നതിന്റെ ലക്ഷണമായിട്ടുള്ള വില്ലുകൊട്ടല് തൃക്കാക്കരയുടെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ചടങ്ങാണ് വില്ലുകൊട്ടൽ എന്ന് പറയുന്നത്. അതിന്റെ കാര്യം നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞു? കാണം വിറ്റും ഓണം ഉണ്ണാം. ഓണത്തിന് എല്ലാ വീടുകളിലും ഓണസദ്യ ഒരുക്കുന്ന ഒരു പതിവുണ്ട്. ആ കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓണപ്പുടവ അല്ലെ, ഓണത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓണപ്പുടവ എന്ന് പറയുന്നത്. ഓണത്തിന് നമ്മൾ പുത്തൻ ഓണക്കോടിയൊക്കെ ഇട്ട് വീട്ടിലിരിക്കാതെ എന്ത് പറയുന്നു പുറത്തിറങ്ങി പല കളികളിലും കായികവിനോദങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നുണ്ട്. അത് നമ്മുടെ പ്രായവും അഭിരുചിക്ക് അനുസരിച്ചുള്ള കായിക വിനോദങ്ങളിലാണ് ഓരോരുത്തരും ഏർപ്പെടുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഓണം അല്ലെ കുടൽ തൊട്ട് കൊട്ടാരം വരെ ആഘോഷിച്ചു വരുന്ന ഈ ഓണത്തിന്റെ ഉത്ഭവം, ദേശീയ ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന ഓണത്തിന്റെ ഉത്ഭവം എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഐതിഹ്യം നമ്മൾ പഠിച്ചു. മഹാബലി തമ്പുരാൻ, അസുര ചക്രവർത്തിയായിരുന്ന മഹാബലി തമ്പുരാൻ എന്താണ് ഒരു ദേവന്മാരെയും അനുസരിക്കാതിരുന്ന് പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ആളായിരുന്നു അല്ലേ, ചക്രവർത്തിയായിരുന്നു. അന്നേരം മഹാവിഷ്ണു വാമന്റെ രൂപത്തിൽ വന്നിട്ട് വാമനാവതാരം എടുത്തിട്ട് മഹാബലിയോട് ഭൂമി യാചിക്കുന്നു. അപ്പൊ അവനെടുത്തോളം നമ്മുടെ മഹാബലി പറഞ്ഞപ്പോഴത്തേക്കും വാമനാവതാരം മഹാവിഷ്ണു വലുതായിട്ട് 3 അടിയായി വളർന്നു. 3 ലോകവും വളർന്നെടുത്തപ്പോഴത്തേക്കും നമ്മുടെ വാമനന് പാതാളത്തിലേക്ക് സ്ഥലം കൊടുത്തുപോകാൻ. പാതാളത്തിലേക്ക് ചവിട്ടി താഴുന്നതിന് മുമ്പ് മഹാവിഷ്ണു എന്ത് ചെയ്തു? നമ്മുടെ മഹാബലിക്ക് ഒരു വരം കൊടുക്കുന്ന പിന്നെ പ്രജകളെ വന്ന് ആണ്ടിലൊരിക്കൽ കണ്ടിട്ട് പോകാൻ. അങ്ങനെ നമ്മുടെ മഹാബലി തമ്പുരാൻ നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് നമ്മൾ ഓണം ദേശീയോത്സവമായിട്ട് ആഘോഷിക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ ഓണത്തിന്റെ ഒരു ചൊല്ല് പറഞ്ഞു. എന്താ? ഓണം കേറാമൂല. ഓണം എന്താണ്? നമ്മളൊരു സുഖസമൃദ്ധമായ ഭൂതകാലത്തിലെ പണ്ട് നിലനിന്ന ആ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്കാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു നല്ല കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്ക്, അല്ലെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ എന്താണ് എല്ലാ കൊല്ലവും നമ്മള് തിരുവോണം ഒരു മഹോത്സവമായിട്ട് അല്ലേ, ഒരു മഹോത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തില് പഠിച്ചത്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കിയാലോ. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? പകരം പദം. നമുക്ക് ആ പകരം പദം ഒന്ന് പഠിക്കാം. ആദ്യത്തെ നമ്മുടെ വാക്ക് നോക്കേ, ആഗമം. ആഗമത്തിന്റെ പകരം പദം ഏതാണ്? വരവ്. എന്താണ്? വരവ്. ആഗമം, ആഗമത്തിന്റെ പകരം പദം വരവ്. അടുത്ത വാക്ക് നോക്കേ, പ്രഥമം. പ്രഥമം എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ പറഞ്ഞ ടീച്ചറിന് പ്രഥമം എന്ന് വെച്ചാല് ഒന്നാമത്തേത് അല്ലേ, പ്രഥമം ഒന്നാമത്തേത്. അടുത്ത വാക്ക് നോക്കിയേ, പൂക്കൂട. പൂക്കൂട എന്ന് വെച്ചാൽ നമുക്ക് പകരം പോലെ എന്ത് പറയാം? പൂ പറിച്ചിടുന്നതിനുള്ള പാത്രം. എന്താണ്? പൂ പറിച്ചിടുന്നതിനുള്ള പാത്രം. അതാണ് നമ്മൾ പൂക്കൂടയ്ക്ക് പകരം പറയുന്നത്. എന്താണ് പൂക്കൂട എന്ന് വെച്ചാല്? പൂ പറിച്ചിടുന്നതിനുള്ള പാത്രം. അടുത്ത വാക്ക് നോക്കിയേ, പുഷ്പാസനം. എന്താ പുഷ്പാസനം? പുഷ്പാസനം എന്ന് വെച്ചാല്
പുഷ്പം കൊണ്ടുള്ള ഇരിപ്പിടം. അതാണ് പുഷ്പാസനത്തിന്റെ പകരംപദം. എന്താ പുഷ്പാസനം എന്തോ പകരംപദം? പുഷ്പം കൊണ്ടുള്ള ഇരിപ്പിടം. അടുത്ത വാക്ക് നോക്കേ, നാക്കില. നാക്കില എന്ന് വെച്ചാല് നമ്മൾ പഠിച്ചാലേ തൂഷനില. എന്താണ് തൂഷനില? നാക്കിലേക്ക് പകരംപദം നമുക്ക് എന്തോ എഴുതാം? തൂഷനില. അടുത്ത വാക്ക് നോക്കേ, ആഹ്ലാദം. എന്താ ആഹ്ലാദത്തിന്റെ പകരംപദം? സന്തോഷം. എന്തുവാ മക്കളെ? സന്തോഷം. ആഹ്ലാദത്തിന്റെ പകരംപദം എന്താണ്? സന്തോഷം. അടുത്ത വാക്ക് നോക്കേ, അഭിരുചി. എന്താ അഭിരുചി? അഭിരുചി എന്ന് വെച്ചാല് ഇഷ്ടം. എന്താണ്? ഇഷ്ടം. അഭിരുചിക്ക് എന്തോ പകരംപദം നമ്മൾ എഴുതുന്നത്? ഇഷ്ടം. അടുത്ത വാക്ക് നോക്കേ, പഴമൊഴി. എന്താണ് പഴമൊഴി? പഴഞ്ചൊല്ല്. എന്താണ് പഴഞ്ചൊല്ല്? പഴമൊഴിക്ക് നമ്മൾ എന്താണ് പകരംപദം എഴുതുന്നത്? പഴഞ്ചൊല്ല്. അടുത്ത വാക്ക് നോക്കേ, ഉദ്ഭവം. എന്താ ഉദ്ഭവം? ഉദ്ഭവം എന്ന് വെച്ചാല് ആരംഭം അല്ലെ? തുടക്കം, ആരംഭം എന്നൊക്കെ നമ്മൾ പറയും. ആരംഭം. ഉദ്ഭവം എന്ന് വെച്ചാല് ആരംഭം. അടുത്ത വാക്ക് നോക്കേ, പ്രജാക്ഷേമം. എന്താ പ്രജാക്ഷേമം? പ്രജകളുടെ ക്ഷേമം. പ്രജാക്ഷേമത്തിന് നമുക്ക് എന്ത് പകരംപദം എഴുതാം? പ്രജകളുടെ ക്ഷേമം. മനസ്സിലായോ മക്കളെ? അടുത്ത വാക്ക് നോക്കേ, ക്ഷേമം. ക്ഷേമം എന്ന് വെച്ചാൽ എന്താണ്? സൗഖ്യം. എന്താണ്? സൗഖ്യം. ക്ഷേമത്തിന് നമ്മൾ എന്താ വാക്കാ പകരംപദം എഴുതുന്നത്? സൗഖ്യം. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? പകരംപദം എഴുതാൻ പഠിച്ചു. അല്ല, ആദ്യത്തെ വാക്ക് ആഗമം. ആഗമത്തിന്റെ പകരംപദം എന്തായിരുന്നു? വരവ്. അടുത്ത പദം പ്രഥമം. പ്രഥമത്തിന്റെ പകരംപദം ഏതായിരുന്നു? ഒന്നാമത്തേത്. അടുത്ത വാക്ക് പൂക്കൂട. പൂക്കൂട എന്ന് വെച്ചാൽ എന്തുവായിരുന്നു? പൂ പറിച്ചിടുന്നതിനുള്ള പാത്രം. പുഷ്പാസനം. എന്തുവായിരുന്നു മക്കളെ പുഷ്പാസനം? പുഷ്പം കൊണ്ടുള്ള ഇരിപ്പിടം. അടുത്ത വാക്ക് പറഞ്ഞേ, നാക്കില. നാക്കിലേക്ക് നമ്മൾ എന്ത് പകരംപദം പറയാം? എന്ത് പറയാം? നിങ്ങൾ പറഞ്ഞു ടീച്ചറിന്? തൂഷനില. അടുത്ത വാക്ക് നോക്കേ, ആഹ്ലാദം. ആഹ്ലാദം എന്ന് വെച്ചാൽ എന്തോ മക്കളെ പകരംപദം? സന്തോഷം. അടുത്ത വാക്ക് ഏതാ? അഭിരുചി. ഏതാണ്? ഇഷ്ടം. അടുത്ത വാക്ക് പറഞ്ഞേ, ടീച്ചർ ചോദിക്കാം, പകരംപദം പറയണേ. പഴമൊഴി. പഴമൊഴിക്ക് എന്തോ പകരംപദം? പഴഞ്ചൊല്ല്. അടുത്ത വാക്ക് നോക്കേ, ഉദ്ഭവം. ഉദ്ഭവത്തിനോ? ആരംഭം. പ്രജാക്ഷേമം. എന്തോ നമ്മൾ പഠിച്ചത്? പ്രജകളുടെ ക്ഷേമം. ക്ഷേമം അതിനെന്ത് നമ്മൾ പകരംപദം പഠിച്ചത്? സൗഖ്യം. അപ്പൊ പകരംപദം മനസ്സിലായേ? ഇനി അടുത്ത നമുക്ക് വിപരീത പദം എഴുതുക. വിപരീത പദം എഴുതാൻ പഠിക്കാം. ആദ്യത്തെ വാക്ക് നോക്കിക്കേ, ആഗമനം. ബഹിർഗമനം. അപ്പം ആഗമനത്തിന്റെ വിപരീതം എന്താണ്? ബഹിർഗമനം. എന്ത് എഴുതാം നമുക്ക്? ബഹിർഗമനം. ആഗമനം, ബഹിർഗമനം. മനസ്സിലായ മക്കളെ? അടുത്ത വാക്ക് നോക്കുകയെ, നിർത്തിവെക്കുക. നിർത്തിവെക്കുക. നിർത്തിവെക്കുകയ്ക്ക് നമ്മൾ എന്ത് വിപരീത പദം എഴുതും? ആരംഭിക്കുക. എന്തെഴുതാം? ആരംഭിക്കുക. നിർത്തിവെക്കുകയ്ക്ക് നമ്മൾ എന്താണ് വിപരീത പദം എഴുതുന്നത്? ആരംഭിക്കുക. അടുത്ത വാക്ക് നോക്കേ, കയറ്റം. കയറ്റത്തിന് നമുക്ക് എന്ത് വിപരീത പദം എഴുതാം? കയറ്റം, ഇറക്കം. കയറ്റം എന്താ വിപരീത പദം? ഇറക്കം. അടുത്ത നോക്കിക്കേ, അത്യാവശ്യം. അത്യാവശ്യത്തിന് നമ്മൾ എന്ത് വിപരീത പദം എഴുതും? അതിന്റെ വിപരീത പദമാണ് അനാവശ്യം. എന്താണ്? അനാവശ്യം. അത്യാവശ്യം, അനാവശ്യം. അത്യാവശ്യത്തിന്റെ വിപരീത പദം ഏതാണ്? അനാവശ്യം. അടുത്ത വാക്ക് നോക്കേ, അഭിരുചി. അഭിരുചിക്ക് നമുക്ക് എന്ത് വിപരീത പദം എഴുതാം? അപരുചി. അഭിരുചി എന്താണ് വിപരീത പദം? അപരുചി. അഭിരുചി, അപരുചി. മനസ്സിലായോ മക്കൾക്ക്? അടുത്ത വാക്ക് നോക്കിക്കേ, സ്മരിക്കുക. ഇതിന് നമുക്ക് എന്ത് വിപരീത പദം എഴുതാം? സ്മരിക്കുക. എന്ത് എഴുതാം? വിസ്മരിക്കുക. എന്താണ്? വിസ്മരിക്കുക. സ്മരിക്കുക, വിസ്മരിക്കുക. നമ്മൾ എന്ത് വിപരീത പദം എഴുതാനാണ് പഠിച്ചത്?
ആഗമനം. ആഗമനത്തിന്റെ വിപരീത പദം എന്തുവായിരുന്നു മക്കളെ? ബഹിർഗമനം. നിർത്തിവെക്കുക, അതിന്റെ വിപരീത പദം എന്തുവായിരുന്നു? ആരംഭിക്കുക. കയറ്റം എന്തുവായിരുന്നു? ഇറക്കം. അത്യാവശ്യം, അതിന്റെ വിപരീത പദം ഏതാ? അനാവശ്യം. അഭിരുചി, അതിൻ്റെതോ? അപരുചി. സ്മരിക്കുക, വിപരീത പദം എന്താ? വിസ്മരിക്കുക. അടുത്ത നമുക്ക് പര്യായപദം എഴുതാൻ പഠിക്കാം. അതിൽ ആദ്യത്തെ വാക്ക് നോക്കേ, ആകാശം. ആകാശത്തിന് നമുക്ക് എന്തൊക്കെ പര്യായപദം എഴുതാം? ആകാശത്തിന് നമുക്ക് അമ്പരം. ഏതൊക്കെ എഴുതാം? ആകാശം. എന്തൊക്കെ പര്യായപദം എഴുതാം നമുക്ക്? അമ്പരം. ഇല്ലേ? എന്താണ് അമ്പരം? അമ്പരം. പിന്നെന്താ എഴുതാം? ഗഗനം. എന്താണ് ഗഗനം? അവിടെ എഴുതാം. ഏതാണ്? വാനം. അപ്പൊ ആകാശത്തിന് നമ്മൾ എന്തൊക്കെ പര്യായപദം പഠിച്ചു? അമ്പരം, ഗഗനം, വാനം. മനസ്സിലായോ മക്കളെ? നമ്മള് ആകാശത്തിന് ഏതൊക്കെ പര്യായപദം പഠിച്ചു? അമ്പരം, ഗഗനം, വാനം. അടുത്ത വാക്കിലോട്ട് പോകാം നമുക്ക്. അടുത്ത നമുക്ക് തന്നിരിക്കുന്ന വാക്കാണ് മുറ്റം. ഏതാണ്? മുറ്റം. മുറ്റത്തിന് നമുക്ക് എന്തൊക്കെ പര്യായപദങ്ങൾ എഴുതാം? നോക്കിക്കേ. അംഗമം. എന്താണ് അംഗമം? അംഗമം. പിന്നെ ഉണ്ട് അങ്കണം. എന്താണ് മക്കളെ? അങ്കണം. ഇനി ഒരു വാക്ക് കൂടിയാണ്, നോക്കിക്കേ. അജിരം. എന്താണ് അജിരം? ഇതൊക്കെ നമ്മൾ പഠിച്ചു. അംഗമം, അങ്കണം, അജിരം. അപ്പം മുറ്റത്തിന് നമ്മൾ ഏതൊക്കെ പര്യായപദങ്ങൾ പഠിച്ചു? അംഗമം, അങ്കണം, അജിരം. മനസ്സിലായി? രണ്ടും. ആകാശത്തിന് അമ്പരം, ഗഗനം, വാനം. മുറ്റത്തിനോ? മുറ്റം, അംഗമം, അങ്കണം, അജിരം. മനസ്സിലായില്ലേ? അടുത്ത വാക്ക് നോക്കേ. ബ്രാഹ്മണൻ. അടുത്ത വാക്ക് ഏതാ? ബ്രാഹ്മണൻ. ബ്രാഹ്മണന്റെ പര്യായപദം നോക്കിക്കേ. ബ്രാഹ്മണൻ. നമുക്ക് എന്തൊക്കെ പര്യായപദങ്ങൾ എഴുതാം? അന്തണൻ. പിന്നോ? ദ്വിജൻ. അന്തണൻ, ദ്വിജൻ. പിന്നെ ആരാ? പൂങ്കുരൻ. എന്താണ് പൂങ്കുരൻ? നമ്മള് ബ്രാഹ്മണന്റെ 3 പര്യായപദങ്ങളാണ് നോക്കിയത്. അന്തണൻ, ദ്വിജൻ, പൂങ്കുരൻ. മനസ്സിലായ മക്കളെ? ഇതൊക്കെയാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണന്റെ പര്യായപദങ്ങള് അന്തണൻ, ദ്വിജൻ, പൂങ്കുരൻ. അടുത്ത വാക്ക് നോക്കിയാൽ നമുക്ക് വൃദ്ധൻ. വൃദ്ധന്റെ പര്യായപദങ്ങൾ നോക്കിക്കേ. ജ്യോതികൻ. അടുത്ത വാക്ക് നോക്കേ. ജാരൻ. അടുത്ത വാക്ക് നോക്കേ. ജിൻ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വൃദ്ധൻ. വൃദ്ധന്റെ പര്യായപദങ്ങളാണ് വയോധികൻ, ജാരൻ, ജിൻ. മനസ്സിലായോ? എന്തൊക്കെയാണ് വൃദ്ധന്റെ പര്യായപദങ്ങള്? വയോധികൻ, ജാരൻ, ജിൻ. അടുത്ത വാക്ക് നോക്കിയാൽ നമുക്ക് രാജ്യം. അടുത്ത വാക്ക് ഏതാ? രാജ്യം. രാജ്യം. രാജ്യത്തിന്റെ പര്യായപദം നോക്കിക്കേ. രാഷ്ട്രം. എന്താണ് രാഷ്ട്രം? വാക്ക് നോക്കേ. മഹത്ത്. രാഷ്ട്രം, മഹത്ത്. ജനപദം. എന്താണ് ജനപദം? ഇതൊക്കെ നമ്മൾ പഠിച്ചു. രാജ്യത്തിന്റെ പര്യായപദം രാഷ്ട്രം, മഹത്ത്, ജനപദം.
നമ്മൾ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പര്യായപദം എഴുതാം. ഏതൊക്കെ വാക്ക് നമ്മൾ പഠിച്ചു? ആകാശം. ആകാശത്തിലെ പര്യായപദം ഒന്ന് പറഞ്ഞു തന്നെ ടീച്ചറിനെ. അമ്പരം, ഗഗനം, വാനം. മുറ്റം. മുറ്റത്തിന്റെ പര്യായപദങ്ങളോ? അംഗമം, അല്ലേ? അങ്കണം, അജീരം. ബ്രാഹ്മണൻ. ബ്രാഹ്മണന്റെ പര്യായപദങ്ങൾ പറഞ്ഞേ. അന്തണൻ, ദ്വിജൻ, കൂമ്പുരൻ. അടുത്ത വൃദ്ധൻ. വൃദ്ധന്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാ? വയോധികൻ, ജാരൻ, ജിൻ. അടുത്ത വാക്ക് നോക്കേ. രാജ്യം. രാജ്യത്തിന്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാ? രാഷ്ട്രം, മഹത്ത്, ജനപദം. പിന്നെ നമ്മള് എന്തൊക്കെയാ പഠിച്ചത്? പുതിയ പദങ്ങൾ പഠിച്ചു, വിപരീത പദം എഴുതാൻ പഠിച്ചു, പര്യായപദം പഠിച്ചു, അല്ലേ? പിന്നെ നമുക്ക് ഇന്ന് ഇത്രയും മതി. നമുക്ക് എന്താണ്, നമ്മള് തിരുവോണം എന്ന് പറഞ്ഞ പാഠം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷമുള്ള പഠന പ്രവർത്തനങ്ങളില് പര്യായപദങ്ങൾ പഠിച്ചു. ടീച്ചർ ഇതിന്റെ നോട്ട്സ് വീഡിയോയുടെ ബാക്കിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതി ടീച്ചറിന് അയച്ചു തരണം. കുഞ്ഞി തിരുവോണം എന്നുള്ള പാഠം നിങ്ങൾ വായിച്ചിട്ട് ടീച്ചറിനെ നോട്ട്സ് ചെയ്ത് അയച്ചു തരണം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ മക്കൾക്ക്? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.